الرحيم الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന വ്യക്തിത്വങ്ങളെ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈനിലെ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളുടെ ഇന്നത്തെ വിഷയം ഇസ്രാ മിഅ്റാജ്, രണ്ട് യാത്രകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് യാത്രകൾ. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രൗഢമായ അല്ലെങ്കിൽ വളരെ ഗാംഭീര്യമുള്ള പവിത്രമായ, എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ മുഅ്ജിസായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഈ വിഷയത്തോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തുക എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 3-4 മണിക്കൂറെങ്കിലും ഈ വിഷയത്തെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കണം. എന്നാൽ മാത്രമേ അതിന് എന്തെങ്കിലും ഒരു നീതി നമുക്ക് ചെയ്യാൻ സാധിക്കൂ. ചരിത്ര സംബന്ധമായ ഒരു സംഭവം എന്നതിലുപരി ഇതിൽ നിന്നും ഓരോ ഘട്ടത്തിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. കേവലം ഒരു ചരിത്ര സംഭവം മാത്രമല്ല ഇസ്രാ മിഅ്റാജ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആദ്യം അത് എന്താണ് ആ സംഗതി എന്നും, അത് എപ്പോഴാണ് അത് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കയറി വരുന്ന പല രംഗങ്ങളുമുണ്ട്, അതിൻ്റെ ഒക്കെ പ്രാധാന്യം എന്താണ്, അത് പ്രവാചകന്റെ ജീവിതമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അതിൽ നിന്ന് നമുക്ക് എന്താണ് ഉൾക്കൊള്ളാനുള്ളത്, എന്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൂചിപ്പിക്കുന്നത് എന്ന് തുടങ്ങി ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. ആദ്യം ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്തായിരുന്നു പ്രവാചകന്റെ അവസ്ഥ, അല്ലെങ്കിൽ ഈ ഇസ്രാ മിഅ്റാജ് സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പേ പ്രവാചകന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, പ്രവാചകന്റെ 9 വർഷത്തെ പ്രവാചകത്തിന് അബൂ താലിബും അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ, ഈ രണ്ടു കൂട്ടരുമായിരുന്നു പ്രവാചകന്റെ താങ്ങും തണലും. 10ാമത്തെ നുബുവത്തിന്റെ 10ാമത്തെ വർഷം അബൂ താലിബ് മരണപ്പെടുകയും അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഖദീജ റളിയല്ലാഹു അൻഹയും ഈ ലോകത്തോട് വിട പറയുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, രണ്ട് അർത്ഥത്തിലുള്ള താങ്ങും തണലുമായിരുന്നു ഈ രണ്ടു പേരും പ്രവാചകന്റെ ജീവിതത്തിൽ. ഒന്ന് ഇമോഷണൽ സപ്പോർട്ടായിരുന്നു, മറ്റേത് ഫിസിക്കൽ സപ്പോർട്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും പ്രവാചകനെ സാമ്പത്തികമായിട്ടും വൈകാരികമായിട്ടും പിന്തുണച്ച വ്യക്തിത്വമാണ് ഖദീജ റളിയല്ലാഹു അൻഹ. എന്നാൽ പുറത്തുനിന്നുള്ള ഭീഷണിക്ക് ഒരു താങ്ങും തണലായിട്ട്, ഒരു അബൂ താലിബിന്റെ തണലിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതവും അതുപോലെ പ്രബോധനവും എല്ലാം നിർവഹിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അബൂ താലിബ് പോയതോട് കൂടിയിട്ട് ആ ഒരു സുരക്ഷിതത്വം നഷ്ടപ്പെട്ട പ്രവാചകനെ ഹിജറയുടെ 12ാമത്തെ വർഷം തായിഫിലേക്ക് ആദ്യമായിട്ട് പ്രവാചകൻ ഹിജറ പോവുകയാണ്. ഏകദേശം മക്കത്ത് നിന്ന് 100 കിലോമീറ്റർ അകലെ 5000 അടി ഉയരത്തിലുള്ള ഒരു പ്രദേശമാണ് തായിഫ്. റസൂലുള്ളാഹിയുടെ കൂടെ സെയ്ദ് ബിൻ ഹാരിസും ഉണ്ട്. എന്തുകൊണ്ടാണ് തായിഫിലേക്ക് പോകാനുള്ള കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവന്മാര് അല്ലെങ്കിൽ ഉമ്മാടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ താമസിച്ചിരുന്നത് തായിഫിലാണ്. അങ്ങോട്ടേക്ക് ആദ്യത്തെ ഹിജ്റ അല്ലെങ്കിൽ മറ്റു ഒരു പ്രദേശത്തേക്കും പോവാതെ തായിഫിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പ്ലാൻ എന്തായിരുന്നു? അതായത് ആദ്യമായിട്ട് ഇസ്ലാമിനെ അവർക്ക് പരിചയപ്പെടുത്താം. ഇനി അവർ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ താൽക്കാലികമായിട്ടൊരു അഭയം തേടിക്കൊണ്ട് അവിടെ നിൽക്കാം. പ്രബോധനങ്ങൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഖുർആനിന്റെ പൂർണ്ണമായിട്ടുള്ള അവതരണം കാലഘട്ടം അതുവരെയെങ്കിലും, പൂർണ്ണമായി ഖുർആനെ ലഭിക്കുന്നത് വരെയെങ്കിലും അവിടെ നിൽക്കാം.
ഇനി അതൊന്നും സാധിച്ചില്ല എങ്കിൽ ഒരേ ഒരു ഉപകാരം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആരോടാ പറഞ്ഞത്? തായിഫിന്റെ ജനോട് പറയാണ്, കുടുംബക്കാരോട് പറയാം, നിങ്ങൾ മക്കയിലെ ആളുകളോട് ഇത് പറയരുത്, ഞാനിവിടെ ഉള്ള കാര്യം പറയരുത്. പക്ഷേ എല്ലാ അർത്ഥത്തിലും റസൂലുള്ളാഹിനെ തള്ളിക്കൊണ്ട് ഒരു നിലക്കുമുള്ള അഭയം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇസ്ലാം സ്വീകരിക്കുന്ന വിഷയം പോട്ടെ, എന്നാൽ ഒരു കുടുംബക്കാരൻ എന്ന നിലക്ക് ഒരു തരത്തിലുള്ള അഭയം കൊടുത്തില്ല എന്ന് മാത്രമല്ല, തെരുവ് കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞുകൊണ്ട് പ്രവാചകനെ അവിടുന്ന് ഓടിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ആരെയാണ് ഈ ഓടിക്കുന്നത്? കൂടെ സെയ്ദ് ഇബ്നു ഹാരിസുമുണ്ട്. രണ്ടു കൂട്ടരും കുട്ടികളുടെ ഈ ഏറ് സഹിക്കാൻ വയ്യാതെ ഓടിക്കണം ഭ്രാന്തന്മാരെ പോലെ. അങ്ങനെ അപ്പൊ അത്രയും 5000 ഫീറ്റ് ഉയരമുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഓടി താഴേക്ക് എത്തുക എന്ന് പറയുമ്പോ മേത്തക്കാകെ കല്ലിന്റെ പാടുകൊണ്ട് വ്രണങ്ങൾ ഉണ്ടാകുന്നു. ചരിത്രം പറഞ്ഞത് റസൂലിന്റെ ചെരുപ്പ് രക്തം കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാണ്. അപ്പോ ആരെയാണ് ഈ ഓടിക്കുന്നത്? നമ്മളുടെ ഹബീബായ റസൂലിനെയാണ് അറിയിക്കുന്നത്. അങ്ങനെ അവസാനം തായിഫിന്റെ താഴേക്ക് എത്തുന്നു രണ്ടുപേരും. അങ്ങനെ ഒരു തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് പ്രവാചകൻ വിശ്രമിക്കുന്ന വേളയിൽ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുന്നു. ഇതുവരെ ഇല്ലാത്ത സങ്കടം. വാസ്തവത്തിൽ അബീ താലിബും ഖദീജ റളിയല്ലാഹു അൻഹും പോലും ജീവിതത്തിൽ വിട്ടുപോയപ്പോ ഇത്ര സങ്കടം ഉണ്ടായിട്ടുണ്ടാവില്ല. അതിനേക്കാൾ വലിയ സങ്കടം. അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്റെ വിഷയത്തിൽ സംതൃപ്തി ഇല്ലേ എന്ന് പോലും സംശയിക്കുന്ന പ്രവാചകൻ പ്രയാസപ്പെടുകയാണ്. എന്നിട്ട് ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അശ്കു ഇലൈക ളഅഫ ഖുവ്വതി വഖില്ലത ഹീലതി. അല്ലാഹുവേ, എന്റെ നാഥ, എന്റെ ദൗർബല്യത്തിന്റെയും നിസ്സഹായ അവസ്ഥയും കുറിച്ചുള്ള പരാതി ഞാൻ നിന്നോട് ബോധിപ്പിക്കുകയാണ്. വഹവാനി അലന്നാസ്, എന്റെ നാഥ, ഞാൻ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യനായിരിക്കുന്നു. യാ അർഹമുർ റഹീമീൻ, കാരുണ്യവാനായ നാഥ, അൻത റബ്ബുൽ മുസ്തദഅഫീൻ വഅൻത റബ്ബി, അടിച്ചമർത്തപ്പെടുന്നവന്റെയും നാഥനും എന്റെ നാഥനും നീയാണല്ലോ. ലിമൻ തകുലിനി ഇലാ അബ്ദിൻ യതജഹ്മനി, എന്നോട് മോശമായി പെരുമാറുന്ന ഈ ജനതയുടെ കരങ്ങളിലേക്കാണോ നീ എന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? ഔ ഇലാ അദുവിൻ മലക്തഹു അംരി, അതോ എന്റെ മുകളിൽ ആധിപത്യമുള്ള എന്റെ ശത്രുക്കളോടോ അവർക്കാണോ എന്റെ കാര്യം നീ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? എന്നാൽ ഇല്ലം യകുൻ ബിക ഗളബുൻ അലയ്യ ഫലാ ഉബാലി അംരി, പക്ഷേ എനിക്ക് എന്താണോ സംഭവിച്ചത് എല്ലാം തന്നെ നിന്റെ കോപത്താലോ ശാപത്താലോ അല്ല എങ്കിൽ ഫലാ ഉബാലി, നാദാ എനിക്ക് ഭയമില്ല. വലാകിൻ ആഫിയതക ഹിയ ഔസഅ, ഒരു സംശയവുമില്ല, നിന്റെ സംരക്ഷണവും നിന്റെ കാവലും എനിക്ക് ധാരാളം മതി. അഊദു ബിനൂരി വജ്ഹിക അല്ലദീ അശ്റഖു ലഹു ളുലുമാതു വസലഉ അലൈഹി അംറു ദുനിയ വൽ ആഖിറതി മിൻ അൻ തുൻസിൽ ബി ഗളബ, ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന, ഈ ലോകത്തിന്റെ ക്രമങ്ങൾ നേരാവണ്ണം ശരിയാക്കുന്ന നിന്റെ വെളിച്ചത്തിലും പ്രതാപത്തിലും ഞാനിതാ ശരണം തേടുന്നു. നിന്റെ കോപവും നിന്റെ ശാപവും എനിക്ക് വർഷിക്കാതിരിക്കട്ടെ. നിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ എന്ത് സഹിക്കാനും തയ്യാറാണ് നാഥ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക, നിന്റെ അറിവില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ബോധിച്ച പ്രാർത്ഥന. എല്ലാ അർത്ഥത്തിലും നിന്ദനായിക്കൊണ്ട് കല്ലെറിയപ്പെട്ടുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ ആ ജനം അടിച്ചോടിച്ചപ്പോൾ മക്കത്ത് നിന്ന് നേരത്തെ പുറത്താക്കിയിരിക്കുന്നു. മക്കക്കാർക്ക് പ്രവാചകനെ വേണ്ട. അങ്ങനെയാണ് തായിഫിൽ പോയത്. അവിടെ ചെന്നിട്ടുണ്ടായ അനുഭവം ഇതായിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുആ സ്വീകരിക്കുന്നു.
ജിബ്രീൽ അതാ ഇറങ്ങി വരുന്നു പ്രവാചകന്റെ മുന്നിലേക്ക്. എന്നിട്ട് പറയുകയാണ്, യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കളുടെ ദുആ അല്ലാഹ് കേട്ടിരിക്കുന്നു. എന്റെ കൂടെ ഇതാ ഈ 2 മലയുടെ മലക്കുകൾ ഇതാ എന്റെ കൂടെ. താങ്കൾ കൽപ്പിച്ചതൊന്ന് മൂളിയാൽ മാത്രം മതി, ഈ ജനതയെ എന്നേക്കുമായി ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലാതാക്കാം. ഇത് കേട്ട് പ്രവാചകൻ പറയുകയാണ്, വേണ്ട ജിബ്രീലേ, വേണ്ട. കാരണം ഏതെങ്കിലും ഒരു കാലത്ത് ഒരാളെങ്കിലും ഇതിൽ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചാൽ എന്റെ ദൗത്യം പൂർത്തിയെന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ ഈ ഒരു രൂപത്തില് വളരെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പ്രവാചകനെ തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈമാന്റെ കുറവാണോ, അതോ അള്ളാഹു സംതൃപ്തിപ്പെടുന്നില്ലേ? അങ്ങനെ ഒരാളുടെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലേക്ക് എത്തുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഇരിക്കുന്ന പ്രവാചകനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത്. ആലോചിച്ച് നോക്കണം, ആരാ വിളിക്കുന്നത്? റസൂലുള്ളാഹിനെ. അപ്പോ ഈ ഇസ്രാ മിഅ്റാജിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ അവന്റെ ജസദിലും അവന്റെ റൂഹുമായിട്ട് ആകാശ ലോകത്തേക്കുള്ള യാത്രയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആത്മാക്കൾ നേരെ അള്ളാഹുലേക്ക് പോകുന്നുണ്ട്. ആ കവാടത്തിലൂടെ ഒരു മനുഷ്യരൂപത്തിൽ, അതായത് മനുഷ്യനും മാംസവും റൂഹും കൂടി ചേർന്ന് കൊണ്ട് ഒരാളങ്ങനെ പോയിട്ടില്ല. ഇനി പോയവരുണ്ട്, പക്ഷെ തിരിച്ചു വന്നിട്ടില്ല. ഞാൻ പിന്നീട് പറയാം. ഈ ഒരു അവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംഗതി നടത്തുന്നത്. ഇദ്രീസ് അലൈഹിസ്സലാം പോയിട്ടുണ്ട് മുകളിലേക്ക്, പക്ഷെ തിരികെ വന്നിട്ടില്ല. ഈസാ അലൈഹിസ്സലാമോ പോയിട്ടുണ്ട്, ഒരു ലിമിറ്റ് എത്തിയപ്പോ അവിടെ നിന്ന് ഇനിയൊരു കാലത്ത് വരാനുണ്ട്. അപ്പൊ അവിടെയുള്ള മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ സംഗതിയാണ്. ആത്മാവും ശരീരമുള്ള ഒരാള് ആകാശത്തേക്ക് പോകുന്നു, അതുപോലെ തിരിച്ചു വരുന്നു. അതിന് മിഅ്റാജിന്റെ വിഷയത്തിൽ വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഇതിന് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് റസൂലുള്ളാഹിക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായത്? വാസ്തവത്തിൽ എന്തായിരുന്നു അള്ളാഹുവിന്റെ പ്ലാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ മാനസികമായിട്ടും എല്ലാ അർത്ഥത്തിലും തയ്യാറെടുക്കുകയാണ്. ആമൽ ഹുസ്ൻ നമ്മൾ കേൾക്കാറില്ലേ? അതായത് പ്രവാചകന്റെ ജീവിതത്തിലെ ദുഃഖവർഷം എന്ന് പറയുന്നത് ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നതും അബീ താലിബ് മരണപ്പെടുന്നതും. നമ്മൾ ഒട്ടുമിക്ക എല്ലാ സംസാരങ്ങളിലും കേൾക്കാറ് ഈ ഒരു സംഗതി പ്രവാചകന്റെ ജീവിതത്തിലെ ഒരു ദുഃഖകരമായ ഒരു സംഭവം നടന്നതായിട്ടാണ് നമ്മൾ എല്ലാം കാണാറ്. അതുകൊണ്ട് ആമൽ ഹുസ്ൻ എന്ന് പോലും പേരൊന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു പോസിറ്റീവ് വശം നമ്മൾ ഒരിക്കലും നോക്കാറില്ല എന്നാണ് അതിന്റെ മറ്റൊരു സംഗതി. അതെന്താണത്? അതായത് റസൂലുള്ളാഹിയുടെ ഇമോഷണൽ സപ്പോർട്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹ, ഫിസിക്കൽ സപ്പോർട്ടായിരുന്നു ആര്? അബീ താലിബ്. ഈ 2 സംഗതിയോടും ഇല്ലാതാവുന്നത് എങ്ങനെയാണ്? വാസ്തവത്തില് വഹിയുടെ തുടക്കത്തിലില്ല. പ്രവാചകൻക്ക് പ്രവാചകത്വം കിട്ടിയ സമയത്താണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ പ്രവാചകൻക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ ഒരു സംഗതി ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഈ 2 വ്യക്തിത്വങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഏത് ഘട്ടത്തിൽ നിങ്ങൾക്കറിയോ? റസൂലുള്ളാഹിക്ക് അൽ ഖുർആനും അൽ ഖിയാമും നൽകിയ ശേഷം. ഖുർആൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആ ഖുർആന് പാരായണം ചെയ്യുമ്പോൾ റസൂലുള്ളാഹിക്ക് കിട്ടുന്ന ഒരു ആനന്ദം, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. റസൂലുള്ള പറയുന്നുണ്ട്, എന്റെ ഖുർറത്തുൽ പറഞ്ഞ എന്റെ നമസ്കാരമാണ്, അൽ ഖിയാമാണ്. ആലോചിക്കണം, നമസ്കാരം ഇപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ നൽകിയിട്ടില്ല. അത് നൽകുന്നത് എപ്പോഴാണ്? മിഅ്റാജിനാണ്. ആ സമയം അപ്പോഴും റസൂലുള്ളാഹിക്ക് നമസ്കാരത്തെ കുറിച്ച് അറിയാമായിരുന്നു. അപ്പോഴും ഇപ്പോഴൊക്കെ നമസ്കരിക്കും, രാത്രികൾ നിന്ന് നമസ്കരിക്കാറുണ്ട്. അപ്പൊ റസൂലുള്ള പറയാണ്, എന്റെ ഖുർറത്തുൽ അയ്ന്,
എന്റെ കൺകുളിർമ എന്ന് പറഞ്ഞാൽ നമസ്കാരമാണ്. നമ്മൾ കൺകുളിർമ എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചാ പറയാറ്? ഭാര്യയും മക്കളെ കുറിച്ചാ പറയാറ്. പക്ഷെ റസൂലുള്ള പറഞ്ഞു എന്റെ നമസ്കാരമാണ് എന്റെ കൺകുളിർമ എന്നാണ് ആ പറഞ്ഞ അർത്ഥം. എന്താണ്? രാവിലെ പ്രബോധനത്തിന് വേണ്ടി പ്രവാചകൻ പുറത്തേക്ക് പോകുമ്പോ റൂട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനത്തെ നല്ല വർത്തമാനമല്ല, പലതരത്തിലുള്ള വാക്കുകള്, എന്തൊക്കെ വിളിക്കുന്നത്, ആഭിചാരകൻ, ഭ്രാന്തന്, എല്ലാ രൂപത്തിലുള്ള വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, അസഭ്യം കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആദരിക്കപ്പെട്ട ഒരു വ്യക്തി ഒരിക്കലും ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കാൻ ഇടയാകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് നമുക്ക് താങ്ങാൻ കഴിയില്ല. അങ്ങനെ വളർന്ന ഒരാൾക്ക് ഒരാള് മോശമായി ചിത്രീകരിക്കുന്നു പറഞ്ഞാൽ ആ സമയത്ത് അത്ര സ്വഭാവത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ അവനെ എന്ത് വിളിച്ചാലും അവനക്ക് പ്രശ്നമില്ല. സ്ഥിരമായി കേൾക്കുന്നവൻ നമ്മള്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബോംബെത്തെ ആളുകൾക്ക് അവര് വാ തുറന്നാ പറയുന്നത് വൃത്തിയടാ. അത്ര മോശമായ സംസാരം പറഞ്ഞുകൊണ്ടേ അവരെ സംസാരം പോലെ അവർ ആരംഭിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ അത്ര വർത്തമാനം കേൾക്കാത്ത ഒരാളാകുമ്പോൾ നമ്മളുടെ മുമ്പിൽ ഇത് പറയുമ്പോൾ നമുക്ക് ഹേർട്ടാവും. മാതാവിനും മറ്റു പെങ്ങന്മാരൊക്കെ പറയുമ്പോൾ നമുക്ക് ഹേർട്ടാവും. കാരണം നമ്മൾ വി ആർ നോട്ട് യൂസ് ടു ഇറ്റ്, നമ്മളത് കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ പ്രവാചകന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി. നിങ്ങൾ ഒരു തരത്തിലുള്ള ഇങ്ങനത്തെ അസഭ്യങ്ങളും കേൾക്കാത്തൊരു മനുഷ്യൻ, അൽ അമീൻ അസ്സദീഖ്, ആ ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങള് പറയണ വർത്തമാനങ്ങൾ അതെല്ലാം കേട്ടുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ എല്ലാ പരാതികളും എല്ലാ വിഷമങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കുമ്പോൾ പ്രവാചകൻ പറയാണ്, നിസ്കാരം എന്റെ പുറത്തായി. രണ്ടാമത് സമയം എന്തിരുന്നു? അൽ ഖുർആൻ, പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ വചനങ്ങൾ. ഈ രണ്ടുമാണ് ഖദീജ റളിയല്ലാഹു അൻഹയും അബീ താലിബും മരണപ്പെട്ടപ്പോൾ പ്രവാചകന് ഏറ്റവും വലിയ താങ്ങും തണലായി മാറിയത്. പ്രവാചകർക്ക് പിടിച്ചു നിൽക്കാനുണ്ടായിരുന്ന ഒരേ ഒരു പിടിവള്ളി ഈ രണ്ട് സംഗതിയായിരുന്നു. അപ്പൊ ഇത് രണ്ടും കൊടുത്ത ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ ജീവിതത്തിൽ നിന്ന് ഈ രണ്ട് മഹാവ്യക്തിത്വങ്ങളെ കൊണ്ടുപോയത്. ഇനി വരാൻ പോകുന്ന പ്രയാസങ്ങളെ നേരിടാനുള്ള ചങ്കൂറ്റ് അല്ലെങ്കിൽ മാനസികമായ ഒരു ഉറപ്പ് അങ്ങനെ വാർത്തെടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അനുഭവത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. പ്രവാചകന്റെ മുമ്പിൽ എല്ലാ വാതിലുകളും അടച്ചിരുന്നു. ഭൗതികമായി കൊണ്ട് ഒരു തരത്തിലുള്ള ഒരു ഫോൺ വഴി കണ്ടെത്താൻ പ്രവാചകർക്ക് സാധിക്കുന്നില്ല. മക്ക പൂർണ്ണമായിട്ടും പ്രവാചകനെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. സേഫായിട്ട് സുരക്ഷിതമായി കൊണ്ട് എവിടെയെങ്കിലും പോയി താമസിക്കാനുള്ള ഒരു അവസ്ഥയും പ്രവാചകനില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ തായിഫ് തിരഞ്ഞെടുക്കാനുള്ള കാരണം. ആ സമയത്താണ് ഇപ്പൊ നിങ്ങള് നേരത്തെ ഓദിച്ചായത്ത് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദ് എന്നുള്ള ആയത്ത് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായി ചെയ്യുന്ന സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് എപ്പോഴാണ് അറിയുന്നത്? തന്റെ പ്രവാചകന്മാരെ കുറിച്ചിട്ട് ഒരു വല്ലാത്ത ഒരു മിറാക്കിൾ, ഒരു മുഅ്ജിസത്ത് നടത്താൻ പോകുമ്പോഴാണ് അത്തരത്തിലുള്ള പ്രയോഗം നടത്താറുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞ വർത്തമാനം അബ്ദഹു എന്നുള്ളതാണ്. അപ്പൊ നിന്റെ റബ്ബ് അവന്റെ ദാസൻ സക്കരിയാക്ക് അരുളിയ അനുഗ്രഹത്തിന്റെ അനുസ്മരണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അബ്ദായ മുഹമ്മദ് നബിയെ മക്കയിൽ നിന്നും ജെറുസലേമിലേക്ക് കൊണ്ടുപോയി പിന്നീട് 7-ാം ആകാശത്തേക്ക് കൊണ്ടുപോകുന്നു. എന്തുകൊണ്ടാണത്? കാരണം ഒരു അബ്ദിന് മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാവൂ, അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ. ഇനി ഈ സംഭവം നടക്കുന്നത് എപ്പോഴാണ്? ചില റിവായകൾ, ഒരുപാട് റിവായകൾ ഇസ്രാ മിഅ്റാജിന്റെ വിഷയത്തിലുണ്ട്, ഒരുപാട് റിവായകളുണ്ട്.
അതിൽ ഒരുപാട് ഹദീസുകളെല്ലാം ക്രോഡീകരിച്ചും കൊണ്ടാണ് ഈ ഒരു സംഗതി സംക്ഷിപ്തമായിട്ട് നിങ്ങൾ മുമ്പേ അവതരിപ്പിക്കുന്നത്. പല ഭാഗത്തു നിന്നുള്ളതും പല പണ്ഡിതന്മാരുടെയും സുയൂത്തി, അതുപോലെ ഇബ്നു കസീർ, അങ്ങനെ ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങളും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ വിഷയം നിങ്ങൾ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് റിവായകളും അതിന്റെ അറബി സംഗതിക്ക് ഞാൻ ബോധപൂർവ്വം മാറ്റിയാണ്, കാരണം സമയത്തിന്റെ ഇതുകൊണ്ട്. അപ്പോ ഒരു റിവായ അനുസരിച്ച് കൊണ്ട് പ്രവാചകൻ ഉമ്മു ഹാനിയുടെ വീട്ടിൽ ഉറങ്ങുകയാണ്. ആരാണ് ഉമ്മു ഹാനി? ആർക്കും അറിയും? ഉമ്മു ഹാനി എന്ന് പറഞ്ഞാൽ അബീ താലിബിന്റെ മകളാണ്. അതായത് അലി റളിയല്ലാഹു അൻഹയുടെയും ജാഫർ റളിയല്ലാഹു അൻഹയുടെയും പെങ്ങൾ. അപ്പൊ ചില ഉലമാക്കൾ എന്താ പറഞ്ഞു പറഞ്ഞാല്, വാസ്തവത്തിൽ പ്രവാചകൻ ഓരോ വീട് വിട്ടിട്ട് ഇങ്ങനെ മാറി 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 ഇങ്ങനെ താമസിക്കുകയാണ്. കാരണം മക്കക്കാരുടെ ഭീഷണി ഭയന്ന് വന്നു. ഈ ഒരു ഇസ്രാ എന്നതാ സംഭവിക്കുമ്പോൾ അന്ന് റസൂലുള്ള ആരുടെ വീട്ടിലാണ്? ഉമ്മു ഹാനിയുടെ വീട്ടിലാണ്. റസൂലുള്ള പറയാണ്, ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നു. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ പച്ച വസ്ത്രമായിരുന്നു. പച്ച എന്ന് പറയുന്നത് സ്വർഗത്തിലെ വസ്ത്രം നിറാന്ന് പറയുന്നുണ്ട് ചില ഹദീസുകളിൽ. അതുകൊണ്ടായിരിക്കണം നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഈ പച്ചളം മുകളിൽ കയറിയിട്ടുള്ളൂ. അല്ലാതെ വേറെ വസ്ത്രത്തിന് മുകളിൽ നിന്ന് യാക്കൂത്ത്, അതായത് മുത്തുകളും ചെപ്പികളും ഇങ്ങനെയൊക്കെ തൂങ്ങി നിൽക്കുക എന്ന് പറഞ്ഞത് ആരുടെ? ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ. അങ്ങനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം പ്രവാചകന്റെ നെഞ്ചു തുറന്നുകൊണ്ട് ഹൃദയത്തെ പുറത്തെടുക്കുന്നുണ്ട്. ഇത് എത്രാമത്തെ തവണയാണ് പുറത്തെടുക്കുന്നത്? രണ്ടാമത്തെ തവണ. ആദ്യത്തെ തവണ എപ്പോഴാണ് ഉണ്ടായത്? പ്രവാചകൻ ഒരു കുട്ടിയായിരുന്നു. അന്ന് പ്രവാചകർക്ക് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാക്കാനുള്ള അവസ്ഥയല്ലായിരുന്നു. അതുകൊണ്ടാണ് ബോധം കെട്ടതൊക്കെ. അന്ന് എന്തായിരുന്നു ജിബ്രീൽ ചെയ്തത്? ആ ഹൃദയത്തിൽ നിന്ന് ഒരു കറുത്ത പാടെടുത്ത് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് തിന്മയുടെ അംശമാണ്, എടുത്ത് മാറ്റുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ച് ഹൃദയം വെച്ചു. ഇത്തവണ എന്താണ് ചെയ്തത്? فاستخرج قلبي قال فأتيت بطست من ذهب مملوءة إيمانا. അതായത് ഒരു സ്വർണത്തിന്റെ പാത്രത്തിൽ സംസം വെള്ളം, അതുകൊണ്ട് പ്രവാചകന്റെ ഹൃദയം കഴുകുകയാണ്. എന്നിട്ട് ആ പാത്രത്തിൽ ഈമാനും ഹിക്മയും കൂട്ടിച്ചേർത്തു. എന്നിട്ട് പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് വെച്ചു. ആദ്യം ഹൃദയത്തിൽ നിന്നൊരു സംഗതി എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. രണ്ടാമത്തെ അവസരത്തിൽ ഹൃദയത്തിലേക്ക് ഇടുകയാണ് ചെയ്തത്. എന്താണ് ഇതിന്റെ പിന്നിലെ ഹിക്മത്ത്? എന്താണ് റസൂലിന്റെ ഹൃദയത്തിലേക്ക് ഹിക്മത്തും ഈമാനും വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാല് ഒരുപാട് പണ്ഡിതന്മാരുടെ വിഷയത്തിൽ പറയുന്നുണ്ട്, വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞത്, ഈ രണ്ട് സംഗതികളും ഒരു വിശ്വാസിക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല, പൂർണ്ണാവില്ല. ഒരാൾക്ക് ഈമാൻ എത്ര നൽകിയാലും അവന്റെ ഈമാൻ പൂർത്തിയാവില്ല. അത് എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതാണ് ഈമാന്റെ പ്രത്യേകത. പൂർണ്ണമായി ഒരു വെള്ളം ദാഹിക്കുന്ന പോലെയാണ്. നല്ല ദാഹമുണ്ട്, ഒരു കുപ്പി വെള്ളം മൊത്തം കുടിച്ചാലും 2 മണിക്കൂറിനും വീണ്ടും ദാഹിക്കും. ഒരിക്കലും ദാഹം തീരില്ല. എന്നതുപോലെ ഈമാനും എന്താണ്, ഒരിക്കലും അതിന്റെ ഏറ്റവും മൂർധന അവസ്ഥയിൽ എത്തുകയില്ല. എത്താൻ വീണ്ടും താഴേക്ക് വരും. ഹിക്മത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഹിക്മത്ത് ഉണ്ടാകുമ്പോഴാണ് ഈമാൻ പൂർത്തിയാവുള്ളൂ. അല്ലെങ്കിൽ ഈമാൻ ശക്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഹിക്മത്ത് നമുക്ക് മനസ്സിലാവണം. ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്ക് ഒരുപാട് പ്രയാസം അത് തരുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തോ കാര്യമായിട്ട് എന്റെ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നടക്കുന്നതൊക്കെ നന്മയാണ് എന്ന് ഞാൻ ആ ഹിക്മത്ത് വെച്ചാൽ സ്വാഭാവികമായിട്ടും എന്റെ ഈമാൻ അത് വർദ്ധിക്കുകയാണ് ചെയ്യും. ഈമാൻ കുറയൂല. റസൂലുള്ളാഹിക്ക് പ്രത്യേകിച്ച് ഇതിന്റെ ആവശ്യമുണ്ട്. കാരണം എന്താ? ഇനി അനുഭവിക്കാൻ പോകുന്ന യാത്ര അതാണ്. അതിൽ ഒരുപാട് ഹിക്മത്തുകൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അള്ളാഹുള്ള ഈമാനും വേണം. ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചല്ലോ, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത,
പടച്ചോനെ ഈ മരണപ്പെട്ടതിനെ ജീവിപ്പിക്കൽ എങ്ങനെയൊന്ന് കാണിച്ചു തരാം. സൂപ്പർ മക്കളാണ്. അപ്പൊ അന്ന് ചോദിക്കാം, അവരും എന്താ എനിക്ക് വിശ്വാസമില്ലേ? അള്ളാനെ കൊണ്ട് മരണപ്പെട്ടതിനെ ജീവിക്കാൻ പറ്റുമെന്ന് പറയാൻ മനക്കെന്താ വിശ്വാസമാവുന്നില്ലേ? അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞ വർത്തമാനം അറിയാം. ബല, വിശ്വാസം കുറവുന്നില്ല. ബലാക്കില്ല, എന്റെ മനസ്സിനൊരു ഉറപ്പ് കിട്ടാൻ എങ്ങനെയാ നീ ചെയ്യുന്നത് ആണല്ലോ, അതിനു വേണ്ടിയാണെന്ന് പറയണത്. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹിക്മത്ത് കൂട്ടുമ്പോ ആ ഹിക്മത്ത് നിങ്ങളെ ഈമാനെ ശക്തിപ്പെടുത്തും. എപ്പോഴാണ് നമ്മുടെ ഈമാനിന് ചാഞ്ചാട്ടം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിക്മത്ത് കുറയുമ്പോഴാണ്. അപ്പൊ ഞാൻ ഈ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വേറെ പല സംഗതികളും വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ഹിക്മത്ത് മനസ്സിലാക്കുമ്പോഴാണ് കൂടുതൽ ഈമാൻ നമുക്കുണ്ടാവുക. അങ്ങനെ ഈ രണ്ട് സംഗതി ഇട്ട ശേഷം ഹൃദയം തിരിച്ച് റസൂലുള്ളാഹിക്ക് കൊടുക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മൃഗത്തെ കൊണ്ടുവന്നു. തുമ്മ ഉതീതു ബിദാബത്തിൻ ദൂനൽ ബഗ്ലി വഫൂഖൽ ജമാൽ ഖബ്ല. ഒരു വെള്ള മൃഗത്തെ കൊണ്ടുവന്നു. ഒരു കോവർ കഴുതിനെ കാട്ടും ചെറുതായിരുന്നു, പക്ഷേ ഒരു കഴുതിനെ കാട്ടും വലുതായിരുന്നു. വെള്ള നിറമുള്ള. എന്തായിരുന്നു ആ മൃഗത്തിന്റെ പേര്? ബുറാഖ്. എന്താണ് ബുറാഖിന് അർത്ഥം? ബർക്ക് എന്ന് പറയുന്നത് മിന്നല്. അൽ ബുറാഖ് എന്ന് പറഞ്ഞാൽ മിന്നലാണ്. മിന്നൽ വേഗത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത്. രണ്ട് കാലുകൾ മുമ്പോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ വെച്ചെന്ന് പോലും നമുക്ക് കാണാൻ സാധിക്കും. അത്രയും അകലെയാണ്. ആ ബുറാഖിന്റെ മുകളിലാണ് പോകുന്നത്. അതാണ് ബുറാഖിന്റെ സ്പീഡ്. അങ്ങനെ പ്രവാചകൻ ഈ മൃഗത്തിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ബുറാഖ് ചെറുതായിട്ടൊന്ന് ഭയന്നു. ഭയന്നു ഞാൻ പേടി കൊണ്ടല്ല, കാരണം കയറാൻ പോകുന്ന ആളുടെ മഹത്വം മനസ്സിലാക്കി ഒന്ന് ഇളകി. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയാണ്, ഇന്നേ വരെ നിന്റെ പുറത്ത് കയറിയിട്ടില്ലാത്ത ഏറ്റവും ആദരിക്കപ്പെട്ടവും ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് കയറാൻ പോകുന്നത്. അതുകൊണ്ട് അവിടെ നോക്ക്. അങ്ങനെ ബുറാഖിന്റെ മുകളിൽ കയറുന്നു. പക്ഷെ കയറിനേക്കാൾ മുമ്പ് 2 റക്അത്ത് മക്കയിൽ അവർ നമസ്കരിക്കാൻ പറഞ്ഞു. അപ്പോ ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ഈ ഒരു വെളിപ്പെടുത്തലോടെ നമുക്ക് എന്ത് മനസ്സിലായി? ബുറാഖിന്റെ മുകളിൽ മുമ്പേയും പല പ്രവാചകന്മാർ സഞ്ചരിച്ചിട്ടുണ്ട്. പ്രവാചകൻ ആദ്യത്തെ വ്യക്തി എന്നല്ല. അതായത് ഇബ്നു കസീർ പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പത്നിയായ ഹാജറയെയും ചോരക്കുഞ്ഞായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും ഫലസ്തീനിൽ നിന്ന് മക്കത്തേക്ക് കൊണ്ടുപോയത് ഈ ബുറാഖിന്റെ മുകളിലാണ്. അവരെ ഇറക്കി കൊടുത്ത് തിരിച്ച് സഞ്ചരിച്ചത് ഈ ബുറാഖിന്റെ മുകളിലാണ്. ഇനിയിപ്പോ ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഏറ്റവും മഹത്തായ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മൃഗത്തിന്റെ മുകളിൽ സഞ്ചരിക്കാൻ പോവാണ്, മക്കയിൽ നിന്നും പലസ്തീനിലേക്ക്. തർക്കങ്ങൾ കണക്ഷൻ ആക്കണ്ട. മറ്റേ യാത്ര പലസ്തീനിൽ നിന്ന് മക്കത്തേക്ക്. ആര്? ഇബ്രാഹിം അലൈഹി ഇസ്ലാം. എന്തിന്റെ മുകളിൽ? ബുറാഖിന്റെ മുകളിൽ. അതേ ബുറാഖിന്റെ പുറത്ത് ആരാണ്? മുഹമ്മദ് നബി. അബ്ബല ബഅസീഹിം റസൂലൻ മിൻഹും. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ കൂടെ നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ്, ഈ മോനിൽ നിന്ന് ഒരു പ്രവാചകനെ കൊണ്ടുവരണം കേട്ടാ. അതാണ് മുഹമ്മദ് നബി. ആ മകൻ എങ്ങോട്ടേക്കാ പോകുന്നത്? മക്കയിൽ നിന്നും പലസ്തീനിലേക്കാണ് പോകുന്നത്. അതേ ബുറാഖിന്റെ മുകളിൽ. ഈ മറ്റു സംഭവം ഇതൊക്കെ ഇവിടെ നടക്കുമ്പോ മദീനയില് വേറെ സംഭവം നടക്കുന്നുണ്ട്. മദീനത്തെ ആളുകള് എന്താണ് കാത്തിക്കുന്നത്? ഒരു പ്രവാചകൻ വരാനുണ്ട്. അവരെ ഗ്രന്ഥപ്രകാരം ഒരു പ്രവാചകൻ വരാനുണ്ട്. ആ പ്രവാചകൻ എവിടെ വരിക? ഈത്തപ്പയുടെ നാട്ടിലാണ് വരിക. അതുകൊണ്ട് തന്നെ ജൂത ഗോത്രങ്ങള് ബനി ഇസ്രായേൽ മൊത്തം തമ്പടിച്ചത് എവിടെയാണ്? മദീനത്തിന്റെ പുറംഭാഗത്താണുള്ളത്. അവർക്ക് മെസ്സേജ് നേരത്തെ കിട്ടിയിട്ടുണ്ട്, ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, അവകാശപ്പെട്ടുകൊണ്ട് ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് മക്കയിൽ. അറബികളുടെ കൂട്ടത്തിലാണ്. ഇവരതിനെ സ്വീകരിച്ചിട്ടില്ല. കാരണം എന്താ? ആ പ്രവാചകൻ വരേണ്ടത്
ഈത്തപ്പഴ നാട്ടിലാണ്, അതായത് മദീനയിലാണ്. അതുകൊണ്ട് അവർ കാത്തിരുന്നത്. പക്ഷെ ഇത് വന്നിട്ടുള്ള എവിടെയാണ്? മക്കത്താണ്. പക്ഷെ ഈ ഒരു വാർത്ത അവർക്ക് ലഭിച്ചു. എന്ത്? വെളുത്ത കുതിര പോലത്തെ മൃഗത്തിന്റെ മുകളിൽ, അതും അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ചിറകുള്ള ഒരു മൃഗത്തെ കുറിച്ച് കേട്ടപ്പോ ഇവർക്ക് ഇടിവെട്ടി പോലെ. കാരണം അവർക്കറിയാം, അവരുടെ ഗ്രന്ഥത്തിൽ കൂടെ മുൻ പ്രവാചകന്മാര് യാത്ര ചെയ്തിട്ടുള്ള മൃഗമാണ് അൽ ബുറാഖ്. ഇത് എങ്ങനെയാണ് മുഹമ്മദ് നബി എത്തിയെന്നുള്ളതാണ് ചോദ്യം. ചുരുക്കി പറഞ്ഞാൽ പ്രവാചകന്റെ ഹിജറയ്ക്ക് മുമ്പ് തന്നെ ഇത് ഒറിജിനൽ പ്രവാചകനാണ് എന്ന വാർത്ത ആർക്ക് കിട്ടിയിട്ടുണ്ട്? ബനു ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട്. ചില ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണാൻ ട്രേഡ് മാർക്ക് പറഞ്ഞ് കാണിക്കുന്നത് പറക്കുന്ന ഒരു കുതിരയാണ്. ബുറാഖിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. അങ്ങനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? പ്രവാചകനോട് 2 റക്അത്ത് മക്ക നമസ്കരിക്കാൻ പറഞ്ഞു. നമസ്കാരം കഴിഞ്ഞ് അവരുടെ യാത്ര തുടർന്നു. അപ്പൊ എന്തിനാണ് മക്കത്ത് 2 റക്അത്ത് നമസ്കരിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, ചരിത്ര സംഭവത്തിൽ കുറെ സംഗതികളുണ്ട്, നമ്മൾ കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്യാൻ. എന്തിനായിരുന്നു? 2 റക്അത്ത്, അതും മക്കത്ത് വെച്ച് നമസ്കരിച്ചു. എന്താ അതിന്റെ സൂചന കൊടുക്കുന്നത്? ഇനി പുതിയ ഖിബല മക്കയാണ് എന്ന സൂചനയാണ് അതിലുള്ളത്. അങ്ങനെ യാത്ര ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലമെത്തി. ജിബ്രീൽ അലൈഹി ഇസ്ലാം പ്രവാചകനോട് പറയുന്നു ഇറങ്ങാൻ, 2 റക്അത്ത് നിസ്കരിക്കാൻ പറയുന്നു. അങ്ങനെ പ്രവാചകൻ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ചോദിച്ചു, താങ്കൾക്കറിയോ താങ്കൾക്ക് എവിടെയുള്ളത്? പ്രവാചകൻ ചോദിച്ചു, ഞാൻ എവിടെയുള്ളത്? താങ്കൾ ഇപ്പോൾ ഉള്ളത് അത്തയ്യിബ, അവിടെയാണ്. അതെവിടെയാണ്? എവിടെയാണ്? മദീനത്ത്. മദീനത്താണ് അതുള്ളത്. ആ രാത്രിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് മദീനത്ത് 2 റക്അത്ത് നിസ്കരിച്ചത്. ഇതാണ് വാസ്തവത്തിൽ പ്രവാചകന്റെ ഹിജ്റ ചെയ്യേണ്ട സ്ഥലം, അല്ലാതെ തായിഫല്ല. ഒരു വാതിൽ അടക്കപ്പെടുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കും. അത് പ്രവാചകർക്ക് ഭൗതികമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അള്ളാഹു സൂചന കൊടുക്കുകയാണ്, താങ്കളുടെ 1ാമത്തെ ഹിജ്റയുണ്ടല്ലോ, അത് ഇങ്ങോട്ടേക്കാവും. അതങ്ങോട്ട് എത്രയൊക്കെ മുമ്പ് തന്നെ 2 റക്അത്ത് അവർ റസൂൽ നമസ്കരിച്ചു. അങ്ങനെ വീണ്ടും പുറപ്പെട്ടു. 2ാമത്തെ സ്ഥലത്തെത്തി. റസൂലുള്ളാഹി വീണ്ടും ഇറങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു. 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ ചോദിച്ചു, ഞാൻ എവിടെയാണ് നമസ്കരിച്ചത്? അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, അത്തൂർ, സീനായ് പർവ്വതത്തിന്റെ അവിടെ. തൂർ താഴെ വരിക, താങ്കൾ നമസ്കരിച്ചു. എന്തിനാണ് അവിടെ നമസ്കരിച്ചത്? നമുക്ക് വേണമെങ്കിൽ ഒരു ചരിത്ര സംഭവം പറയാൻ അവിടെ നമസ്കരിച്ചു, ഇവിടെ നമസ്കരിച്ചു എന്നൊക്കെ പറയാൻ മുന്നോട്ട് പോകാൻ. പക്ഷെ എന്തിന് തൂറില്, സീനാ പർവ്വതത്തിനൊപ്പം നമസ്കരിക്കാനുള്ള കാരണം എന്താണ്? ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിനോട് നേർക്ക് നേരെ സംസാരിച്ചത് ഇവിടെ വെച്ചുകൊണ്ടാണ്. അതിലെന്താ സൂചന ഉള്ളത്? അള്ളാഹു താങ്കളോടും നേർക്ക് നേരെ സംസാരിക്കുന്നത്. ഈ സൂചനയാണ് അതിലുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വെച്ചുകൊണ്ടാണ് സംസാരിച്ചത്. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് സംസാരിക്കാൻ പോകുന്നത്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി പറയാണ്, ഇസ്രാഈലിന്റെ അന്ന് ഞാന് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഖബറിന്റെ അടുത്തുകൂടെ ഞാൻ പോയി ആ രാത്രി. എവിടെയാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഖബറുള്ളത്? എവിടെയാണുള്ളത്? ബൈത്തുൽ മഖ്ദിസിന്റെ പുറംഭാഗത്താണ്. കാരണം ബനി ഇസ്രായേലിന് ബൈത്തുൽ മഖ്ദിസിൽ കടക്കാനുള്ള അവസ്ഥ ഉണ്ടായിട്ടില്ല. മൂസ അലൈഹി ഇസ്ലാം അതിനു മുമ്പ് മരണപ്പെട്ടു. അപ്പൊ പ്രവാചകന്മാർ എവിടെയാണോ മരണപ്പെടുന്നത് അവിടെ മറയണമെന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിച്ചിരുന്ന സമയത്ത് മൂസ അലൈഹി ഇസ്ലാമിന് ഖുദ്സിലേക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ നിങ്ങൾ ഓർത്തുള്ളതൊക്കെ പിന്നിൽ വരൂട്ട. അപ്പൊ ഞാൻ ആ ഖബറിന്റെ അടുത്തുകൂടെ പോയപ്പോ ഞാൻ കണ്ടു. എന്ത് കണ്ടു? മൂസ അലൈഹി ഇസ്ലാം തന്റെ ഖബറിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്നൊരു റിവായയിൽ കാണാൻ സാധിക്കും.
അങ്ങനെ അവർ അവരുടെ യാത്ര തുടർന്നു. ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇറങ്ങാൻ പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. അത് എവിടെയെന്നറിയോ? ആ 2 റക്അത്ത് അതായിരുന്നു ബത്ലഹേം. എന്താണ് അതിന്റെ പ്രസക്തി? ഈസാ അലൈഹി ഇസ്ലാം ഈ ലോകത്തേക്ക് വന്നത് ബത്ലഹേമിൽ വെച്ചുകൊണ്ടാണ്. അന്നും ആ പ്രസവം നടക്കുമ്പോഴും ആരുണ്ട് അവിടെ? ആരുണ്ട്? ജിബ്രീൽ അലൈഹി ഇസ്ലാം അവിടെ ഉണ്ട്. ആ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയാണ്, ഇവിടെയാണ് ഈസാ അലൈഹി ഇസ്ലാം ജനിച്ചത്. ഏത് അത്ഭുതകരമായ രൂപത്തിലാണോ ഈസാ അലൈഹി ഇസ്ലാം ഈ ഭൂമിയിലേക്ക് വന്നത്, അതേ അത്ഭുതകരമായ രൂപത്തിലായിരിക്കും പ്രവാചകൻ ഈ ഭൂമിയിൽ നിന്നും അള്ളാഹുവിലേക്കുള്ള സഞ്ചാരം ഉണ്ടാവുക. അത് മാത്രമല്ല, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തില് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വീട്ടിൽ നിന്നും വന്നിട്ടുള്ള ഒരാള് റസൂലുള്ള 2 റക്അത്ത് മക്കത്ത് നിസ്കരിച്ചു അല്ലെ? മക്ക എന്ന് പറഞ്ഞാൽ ആര് പണിയതാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാം കൂടി പണിതുണ്ടാക്കിയത്. ഒന്ന്. രണ്ടാമത്തത് ഏതാണ്? ബൈത്തുൽ മുഖദ്ദസ്. അതാര് പണിയതാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമും. രണ്ടിലും ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഉണ്ട്. ഒരു ഭാഗത്ത് ഇസ്മായിൽ അലൈഹി ഇസ്ലാം ആയിരുന്നു, മറ്റു ഭാഗത്ത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം ആയിരുന്നു. ഈ 2 ഖിബലയിലും ആര് നമസ്കരിച്ചിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്. അതോടുകൂടിയാണ് ഒരു സംഗതി മനസ്സിലാക്കുന്നത്. എന്താണ്? ഒരു ഇൻഡിക്കേഷൻ. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തിമുൻ നബിയ്യീനാണെന്നുള്ളത്. വളരെ മനോഹരമായിക്കൊണ്ടത് അവസാനിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ഇനി അടുത്ത ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നത്, അത് നിങ്ങൾ ചോദിച്ചോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയത്? അള്ളാഹുവിന് വേണമെങ്കിൽ വാൻ ലോകത്തുള്ള കാര്യങ്ങൾ കാണിക്കാനാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നേരിട്ട് പ്രവാചകനോട് സംസാരിക്കാനായിരുന്നെങ്കിൽ മക്കത്ത് നിന്ന് നേരിട്ട് പോകാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ജെറുസലേമിലേക്ക് പോയി എന്നുള്ളതാണ്. അതായത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ മക്കളുടെ ലീഡർഷിപ്പ്, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ പരമ്പരയിൽ നിന്നുള്ള ലീഡർഷിപ്പ്, 2 ഖിബലകള് ആരാണ്? 2 സ്ഥലത്തെയും പ്രവാചകൻ ആരായിട്ടാണ്? ഈ 3 സ്ഥലങ്ങള്. അതായത് നിങ്ങൾ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര പോവുകയാണെങ്കിൽ നിങ്ങൾ 3 പള്ളിയിലേക്കാണ് പോവുക. ഒന്നതാണ് ഹറമില്, മക്കത്തുള്ളത്. അവിടെ നമസ്കരിച്ചാൽ എത്ര കൂലിയാണ്? 1,00,000 കൂലി. രണ്ടാമത് എവിടെയാണ്? മദീനത്ത്. എത്ര കൂലി? 10,000. മൂന്നാമത്തെ എവിടെയാണ്? ഖുദ്സില്. എത്ര കൂലിയാണ്? 1000. സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ വന്ന ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ പൂർണ്ണമായ പാപങ്ങൾ പൊറുക്കപ്പെടാതെ ഇവിടുന്ന് പോകില്ലാന്ന്. ഒരു പുതിയ കുട്ടി ജനിച്ച പോലെ അത്രയും പവിത്രത്തോടു കൂട്ടാണ് അവനോട് പറഞ്ഞത്. അതാണ് ഖുദ്സിന്റെ മറ്റൊരു പ്രത്യേകത. മറ്റൊരു ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ പറയുന്ന വേറൊരു സംഗതി എന്ന് പറഞ്ഞാല്, പ്രവാചകന് എന്തുകൊണ്ടാണ് ജെറുസലേമിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, മക്കത്ത് പ്രവാചകനിക്ക് ആ ഖിബലയുടെ ഏറ്റവും അടുത്ത് നിസ്കരിച്ചിട്ടുണ്ട് അല്ലെ? എന്നാൽ ഇത്രയും കാലം പ്രവാചകൻ നമസ്കരിച്ച ഖിബല ഏതാണ്? ബൈത്തുൽ മുഖദ്ദസ് ആണ്. ആ ഖിബലയുടെ ഏറ്റവും അടുത്ത് എത്തിക്കുക എന്നതാണ്. അപ്പൊ അതിന്റെ പ്രസക്തി എന്താണ്? അതിന്റെ പ്രസക്തി മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ സംഗതി ഞാൻ പറഞ്ഞു. നിങ്ങൾ ഉംറക്കും ഹജ്ജിനും നിങ്ങൾ മക്കത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഖിബലയാണല്ലോ, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾക്ക് അവ്വൽ സഫിൽ നമസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടിയാൽ, ലോകത്ത് നമസ്കരിക്കുന്ന ആളുകളുടെ ഏറ്റവും മുമ്പന്തിയില് അവ്വൽ സഫില് കഅബയോട് ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് നമസ്കരിക്കാൻ കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംതൃപ്തി? നമ്മൾ ഏത് ദിശയിലേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്
ആ ഭാഗത്ത് നിന്നുകൊണ്ട് ആ കിബലയുടെ ഏറ്റവും അടുത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഗതിയാണ്. അതാണ് റസൂലുള്ള അന്ന് എക്സ്പീരിയൻസ് ചെയ്തത്. ഖുദ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തരി മണ്ണ് പോലും ഇല്ല, ഒരു പ്രവാചകൻ ചവിട്ടാത്ത. വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ചവിട്ടിയ മണ്ണാണ് ഖുദ്സിന്റെ മണ്ണ്. അതാണ് ആ ഖുദ്സിന്റെ പ്രത്യേകത. ഖുദ്സിനെ കുറിച്ച് മറ്റൊരു പണ്ഡിതന്മാരുള്ള മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാല് വാനലോകത്തേക്കുള്ള കവാടം കിടക്കുന്നത് അവിടെയാണ്. ആ കവാടത്തിലൂടെയാണ് ഇദ്രീസ് അലൈഹി ഇസ്ലാം പോയതും, അതേ കവാടത്തിലൂടെയാണ് ഈസാ അലൈഹി ഇസ്ലാം പോയതും, അതേ കവാടത്തിൽ കൂടി തന്നെയാണ് ആര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു ഹിക്മത്ത് കൂടിയുണ്ട് ഈ ഖുദ്സിനെ കുറിച്ച് പറയുമ്പോൾ. അതായത് പ്രവാചകൻ ഇനി കണ്ടുമുട്ടാൻ പോകുന്ന എല്ലാ പ്രവാചകന്മാരും, മിഅ്റാജില് ആകാശത്ത് വെച്ച് കണ്ടുമുട്ടാൻ പോകുന്ന എല്ലാ പ്രവാചകന്മാർക്കും ഖുദ്സുമായിട്ട് നേർക്കുനേരെ ബന്ധമുള്ളവരാണ്. അവസാനമായിട്ട് ഖുദ്സിനെ കുറിച്ച് പറയുന്നത് വെച്ചാല് അന്ത്യനാളിൽ നമ്മളെല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ സംഗമിക്കാൻ പോകുന്നതും ഖുദ്സിലാണ്. നമ്മളെ കാത്തുക്കൂലെ, അത് ഖുദ്സാണെന്നാ പറഞ്ഞത്. അവിടെ നിന്നാണ് പിന്നീട് മഹ്ശർ, അവിടെയാണ്. അവിടെ നിന്നാണ് പിന്നീട് നരകത്തിലേക്കും സ്വർഗത്തിലേക്കുമുള്ള യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ ബൈത്തുൽ മഖ്ദിസ് എത്തിയ ശേഷം ജിബ്രീൽ അലൈഹി സ്വലാം എന്ത് ചെയ്യുന്നു? ബുറാക്കിനെ അവിടെ കെട്ടുന്നു. ഏറ്റവും കൂടുതൽ നരേഷൻസ് അല്ലെങ്കിൽ റിവായകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ 2 റക്അത്ത് ഒറ്റക്ക് നിസ്കരിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാ 1,24,000 പ്രവാചകന്മാർ റസൂലിന്റെ ബാക്കിൽ നിന്ന് ആലോചിച്ചോണ്ട. ഞാൻ പറയുമ്പോ ഒന്നാ മനസ്സിലേക്ക് വരണം. ഞാൻ ഈ സംഗതികൾ പറയുമ്പോ ഖുദ്സ് നിങ്ങളെ മനസ്സിലേക്ക് വരണം. പ്രവാചകന്മാർക്ക് ഭൂമി കൊടുത്തില്ലെങ്കിലും കുറെ ആളുകൾ നിൽക്കുന്നതായിട്ട് നിങ്ങളെ മനസ്സിലേക്ക് വരണം. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം. ഇല്ലായെങ്കിൽ ഞാനെടുക്കുന്ന പണിയൊക്കെ വെറുതെ. ഫിറഔന്റെ കൊട്ടാരത്തെ കുറിച്ച് പറയുമ്പോ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കണം. ആ കൊട്ടാരവും ഫിറഔൻ ഇരിക്കുന്ന അവസ്ഥയും അവിടെ ഫാന് വീശി കൊടുക്കുന്ന ആളുകളും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കണം. അതിന്റെ മുമ്പിലേക്കാണ് ആസിയ മൂസ അലൈഹി ഇസ്ലാമായിട്ട് കൊണ്ടുപോയതെന്നുള്ളതൊക്കെ ചിന്ത വരണം. ഏത് മക്കളെ കുറിച്ചാണോ കൊല്ലുന്ന വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിലേക്കാണ് ഇതിനെ കൊല്ലരുത് പറഞ്ഞുകൊണ്ട് കൊണ്ടിരുന്നത്. നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റണം. അതിനാണ് ഖുർആൻ ഇത്ര വർണ്ണിച്ചത് പറഞ്ഞത്. നമുക്കതൊന്നും ഇവിടെ കേറുന്നില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ റസൂലുള്ളാഹിയുടെ പിന്നിലിതാ 1,24,000 പ്രവാചകന്മാർ. റസൂലുള്ളാഹിക്ക് മുമ്പിൽ നിന്ന് നിസ്കരിക്കാനൊരു മടി. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം പ്രവാചകൻ മെല്ലെ തള്ളിക്കൊണ്ടുപോയിട്ട് മുമ്പിൽ നിർത്തുകയാണ്. എന്നെ നമസ്കരിക്കാൻ ആവശ്യപ്പെടുക. എന്താ ഇതിന്റെ സിഗ്നിഫിക്കൻസ് അറിയാം നമുക്ക്? അതായത് എല്ലാ പ്രവാചകന്മാരുടെയും നേതാവായിക്കൊണ്ട് റസൂല് നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഖാത്തമുൽ അംബിയാഇന്റെ ഏറ്റവും വലിയ തൊഴിൽ. ആ നിൽക്കുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഖുദ്സിലേക്ക് കയറാൻ പോലും പറ്റാത്ത പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാമും അതിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഖുദ്സിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല, അവരുണ്ട്. ഇവിടെ വെച്ച് ഷാമിൽ വെച്ചുകൊണ്ട് തലവെട്ടി വധിക്കപ്പെട്ട ഇദ്രീസ് അലൈഹി ഇസ്ലാമുണ്ട്, യഹ്യ അലൈഹി ഇസ്ലാമുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഉണ്ട്. ഈ ഒരു പ്രവാചകനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അയക്കണേ എന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിം അലൈഹി ഇസ്ലാമുണ്ട്. തന്റെ മകനായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമുണ്ട്. ഈസ അലൈഹി ഇസ്ലാമുണ്ട്. എല്ലാ പ്രവാചകന്മാരും അണിനിരന്നുകൊണ്ട് ഇമാമത്തായി റസൂലുള്ളാഹി നമസ്കരിക്കുന്നു. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് നേരെ മിഅ്റാജ് ആരംഭിക്കുകയാണ്. ഇതിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് ശാസ്ത്രീയമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കാം.
വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരുപാട് കാഴ്ചകൾ കാണുന്നില്ല, അതിലേക്കൊന്നും ഇപ്പൊ നമ്മൾ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ 2-4 മണിക്കൂറിനുള്ളതൊക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ ഉണ്ടാവണം ശരിക്കും? റസൂലുള്ളാഹി കാണിച്ചു കൊടുക്കുന്ന കാഴ്ചകളിൽപ്പെട്ട ഒരു കാഴ്ചയാണ് നരകത്തിലെ ആളുകളുടെ കാഴ്ച, സ്വർഗത്തിലെ ആളുകളുടെ കാഴ്ച. ഏറ്റവും വലിയ ഉമ്മത്തായിട്ട് ഒരു ഉമ്മത്തിന് കാണിച്ചു കൊടുക്കും. റസൂലുള്ളാഹി ചോദിക്കുന്നത് തിരിച്ചു വരാന്ന് ഒരു കൂട്ടം വലിയൊരു മാഷറ കാണുമ്പോ പ്രവാചകൻ ചോദിക്കുന്ന ജിബ്രീലിനോട്, ജിബ്രീലെ ഇത് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്താണെന്ന് ചോദിക്കും. അപ്പൊ പ്രവാചകനോട് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയും, അല്ല പ്രവാചകരെ, ഇത് താങ്കളുടെ ഉമ്മത്താണ്. അതായത് ആ ഉമ്മത്തിന്റെ അകത്ത് നിങ്ങളും ഞാനൊക്കെ ഉണ്ട്, ഏറ്റവും വലിയ ഉമ്മത്തായിട്ട്. അപ്പൊ ഇത് എപ്പോഴാണ് സംഭവം നടക്കുന്നത്? ഖിയാമത്താണ് ഇതിന് കഴിഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? ഇതിനുള്ള എക്സ്പ്ലനേഷൻ എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നത് വളരെ സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ്. നമുക്ക് മാത്രമാണ് ഈ ടൈമും സ്പേസും ഒക്കെ ബാധകമുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം ഭാവിയില്ല, വർത്തമാനമില്ല, ഭൂതമില്ല, തുടക്കമില്ല, അവസാനമില്ല. ഇതൊക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ ആസ്ട്രോഫിസിക്സ് ഒക്കെ ഇന്നിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാല് ടൈം ട്രാവലിനെ കുറിച്ചിട്ടാണ്. ഒരു സമയത്തിൽ നിന്ന് മറ്റൊരു സമയത്തിലേക്ക് ഒരാൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളത്. അത് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അമേരിക്ക ഇപ്പൊ എത്രയാണ്? എത്ര മണിക്കൂർ പിന്നിലേക്കാ? 12 മണിക്കൂർ പിന്നിലേക്ക്. അതായത് ഇപ്പൊ ഇന്നിപ്പോ 1-ാം തീയതി ആണെങ്കിൽ ഞാന് പകല് 10 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് ഞാൻ ഇവിടുന്ന് പൊന്തിയാല് ഞാൻ അവിടെ എത്താൻ തീയതി 30 എത്തുക. അപ്പൊ ഓൾറെഡി ഞാൻ ഒരു ദിവസം ബാക്കിലേക്ക് പോയി ഞാൻ ഓൾറെഡി. സിമ്പിള് പറഞ്ഞാല്. അപ്പൊ നിങ്ങൾ ആലോചിച്ചെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള സംഗതി ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കതൊക്കെ ഉറപ്പുന്ന കാര്യത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പ്രസന്റ് കാലഘട്ടത്തിൽ നിന്നും ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോയിട്ട് സംഗതി കാണിച്ചു കൊടുത്തു, തിരിച്ചു വീണ്ടും പ്രസന്റിലേക്ക് കൊണ്ടുവന്നുള്ളതാണ്. ഇതിനേക്കാൾ വേറെ വല്ലൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഭാവിയിലേക്ക് കണ്ട് കൊണ്ടുപോവാണ്. അള്ളാഹു അത് സിമ്പിളായ കാര്യമാണല്ലോ. അതായത് ബുറാക്കിനെ കാട്ടി അതിവേഗതയാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്. ആലോചിച്ച് നോക്കണം എത്ര പെട്ടെന്നാന്നുള്ളത്. ഇഫ്രീത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? കണ്ണടച്ച് തുറക്കേക്ക് പോകുമ്പോ ഞാൻ ഇവിടെ ബിൽക്കീസിന്റെ സിംഹാസനം അവിടെ എത്തിക്കാമെന്ന് പറയാം. കണ്ണടച്ച് തുറക്കുന്നതിനുള്ളില്. അപ്പൊ അങ്ങനെ വേഗത്തിൽ സഞ്ചരിക്കാൻ പോലും ജിന്നുകൾ പോലും ഇവിടെ ഉണ്ട്. അവിടെയാണ് റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഈ യാത്ര നടത്തുന്നത് ടു ദ ഫ്യൂച്ചർ. ആശ്രമെല്ലാം കഴിഞ്ഞ് എല്ലാ സംഗതിയും കഴിഞ്ഞിട്ട് ഖിയാമത്ത് നാളും കഴിഞ്ഞ് നരകത്തിലാക്കണം, നരകത്തിൽ വിട്ട് സ്വർഗത്തിൽ കൊണ്ട് സ്വർഗത്തിൽ പോയി കഴിഞ്ഞ് ആ കാഴ്ച പ്രവാചകൻ കാണിച്ചു കൊടുക്കുക. അത് കാണിച്ചു കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് വീണ്ടും പ്രസന്റിലേക്ക് പറഞ്ഞത്. ഇതിന് അത്ഭുതം എന്നല്ലാതെ വേറെ എന്തായാലും പറയാം. ഇന്നിപ്പോ ടൈം ട്രാവലൊക്കെ പഠിച്ചത് കൊണ്ട് നമുക്ക് ഇത്രയും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു 30 കൊല്ലം മുമ്പ് ഈ കാര്യം പറഞ്ഞാല് ആരും സ്വീകരിക്കാൻ പോണില്ല. ഇനി സംഭവിക്കാൻ പോണ രസം എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളും 7 സ്പേസ്, 7 ടൈം, സ്പേസ് ആൻഡ് ടൈം സൃഷ്ടിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിക്കാൻ എന്താ പോണത്? ആലമുൽ ഷഹാദയിൽ നിന്ന് ആലമുൽ ഗൈബിലേക്കുള്ള യാത്രയാണ്. കാരണം ഏത് ലോകമാണത്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കാണുന്നുണ്ട്, ഈസ അലൈഹി ഇസ്ലാമിനെ കാണുന്നുണ്ട്, മൂസ അലൈഹി ഇസ്ലാമിനെ കാണുന്നുണ്ട്, ആദം അലൈഹി ഇസ്ലാമിനെ കാണുന്നുണ്ട്, ഇല്ലേ? ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ കാണുന്നുണ്ട്. അത് മാത്രമല്ല പരലോകം കഴിഞ്ഞിട്ട് നരകത്തിൽ സ്വർഗ്ഗത്തിലുള്ള ആളുകളെ കാണുന്നുണ്ട്. അപ്പൊ ഈ യാത്ര എന്ന് പറയുമ്പോൾ എന്താണ്? ആലമു ഷഹാദിയിൽ നിന്ന് ആലമുൽ ഗൈബിലേക്കുള്ള യാത്ര. മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ ആലമുൽ ഖൽഖിൽ നിന്നും ആലമുൽ അംറിലേക്കുള്ള യാത്ര. എന്താണ് രണ്ട് ലോകം എന്നുള്ള വ്യത്യാസം? എന്താ ആലമുൽ അംറിന്റെ അകത്തുള്ള വ്യത്യാസം? എന്താ? അല്ലെങ്കിൽ ആലമുൽ ഖൽഖിൽ എന്താ? ആലമുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആലം. ഇവിടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിന്റെ സമയത്ത് നടക്കുള്ളൂ, ഒന്നും പെട്ടെന്ന് നടക്കൂല. ഒരു വൃക്ഷം ഉണ്ടാവണമെങ്കിൽ ആദ്യം ഒരു കുരു വേണം, അത് മുളക്കണം, അത് തയ്യാവും,
പിന്നെ കുറച്ച് വലുതാവും. അങ്ങനെ ഒരുപാട് കൊല്ലെടുത്ത് കൊണ്ടാണ് അത് വലിയൊരു മരമായിട്ട് മാറുക. ഒരു കുട്ടി ജനിക്കണമെങ്കിൽ ചുരുങ്ങിയത് 8-9 മാസം ഉമ്മാടെ ഗർഭാശയത്തിൽ ഉണ്ടാവണം. പിന്നെ പ്രസവിച്ച് പുറത്തേക്ക് വരണം, പിന്നെ കവിഴ്ന്ന് കിടക്കണം, പിന്നെ മുട്ടുത്തണം, പിന്നെ ഇരിക്കണം, പിന്നെ പിടിച്ചു നിൽക്കണം, പിന്നെ നടക്കണം. അങ്ങനെ കഴിഞ്ഞിട്ടാണ് കുറെ കഴിഞ്ഞിട്ട് മനുഷ്യൻ വലുതാവുള്ളൂ. ഇതാണ് ആലമുൽ ഖൽഖിന്റെ പ്രത്യേകത. എന്നാൽ ആലമുൽ അംറിന്റെ പ്രത്യേകത എന്താ? കുൻ ഫയകൂൻ. ഒരു ഉപാധിയും വേണ്ട, ഉണ്ടാകട്ടെ, ഉണ്ടായി, വേറെ വർത്താനല്ല. അപ്പോ ഈ ഒരു ലോകത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ ആലമുൽ ഗൈബിന്റെ ഒരു പ്രത്യേകം എന്താ നിങ്ങൾക്ക്? ഇത് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ? കാരണം ഒന്ന് ആലോചിച്ചു നിങ്ങള്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സദസ്സിലിരിക്കുക. ആ സമയത്ത് ഒരു മനുഷ്യൻ കയറി വന്നു. നിങ്ങൾക്കറിയാം, പ്രവാചകന്റെ അടുത്ത് 2 തൊഴിൽ കൈവച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അഖ്ബർനി, ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, ഖിയാമത്ത് നാൾ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾക്ക് അറിയോ അത് ആരാ വന്നത്? സഹാബത്ത് പറഞ്ഞില്ല. കാരണം ദഹിയ ബിൻ ഖൽബി എന്ന് പറഞ്ഞ ആൾ രൂപത്തിലാണ് വന്നുള്ളത്, ഒരു മനുഷ്യൻ രൂപത്തിലാണ് വന്നുള്ളത്. അത് പറഞ്ഞു, അതാണ് ജിബ്രീൽ, നിങ്ങൾക്ക് നിങ്ങൾ ദീൻ പഠിപ്പിക്കാൻ വന്ന ജിബ്രീലാണ്. സഹാബത്ത് സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നത്, നിങ്ങൾ ശരിക്കും സഹാബത്തിന്റെ ഭാഗത്ത്. ഇപ്പൊ ഞാൻ നിങ്ങൾ പറയാണ് ഇത് നിങ്ങളുടെ സംഗതിയാണെന്ന് പറയുമ്പോൾ സഹാബത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്താ? മലക്ക് എന്ന് പറഞ്ഞാൽ ചിറകുകളാണ്. ഒരുപാട് വർണ്ണങ്ങളൊക്കെ ഉണ്ട്. ഈ വന്നത് ഒരു മനുഷ്യനാണല്ലോ, സാധാരണ മനുഷ്യനാണല്ലോ. ഈ വന്നിരിക്കുന്നത് മലക്കാണ് എന്നതിന് ആ ഒരൊറ്റ കാര്യമുള്ളൂ, റസൂലുള്ളാഹിയുടെ വാക്ക്. അതല്ലാതെ വേറെ ഒരു തെളിവും നിങ്ങൾ ആ സഹാബത്തിനില്ല. ആ റസൂലുള്ളാഹിയുടെ വാക്കാണ് സമഅന വ അതഅന എന്ന രൂപത്തിൽ ഈ സഹാബത്തുകൾ മനസ്സിലാക്കുന്നത്. ഇതാണ് ആലമുൽ ഗൈബിന്റെ പ്രസക്തി. അവിടെയാണ് ഈമാൻ. സൂറത്തുൽ ബഖറ പറഞ്ഞ വർത്തമാനം അറിയുമെങ്കിൽ നിങ്ങൾ മുതലിൽ മുത്തഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അർത്ഥ വർത്താനം അറിയോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ആദ്യം നിങ്ങൾക്ക് വേണ്ട വിശ്വാസമുണ്ട് ഗൈബിലാണ്. വയുഖീമൂന സ്വലാത്ത, പിന്നെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ആലമുൽ ഗൈബ് എന്ന് പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു സംഗതിയാണ്. ആലമുൽ ഗൈബിലെ സ്ഥാനത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിക്കൂല. ആലമുൽ അമ്രും ആലമുൽ ഗൈബും തമ്മിൽ ചേരുന്ന ചില ഘട്ടങ്ങളുണ്ട്. അതാണ് മലക്കുകൾ വരുന്നതും പോണതൊക്കെ. എന്നാൽ ആലമുൽ ഗൈബിലെ ഒരു സംഗതി നമ്മൾ ആലമുൽ ഖൽഖിൽ ഇവിടെ ഉണ്ട്. അത് നമുക്ക് എന്ത് നശിപ്പിക്കാൻ പറ്റില്ല. എന്താ അറിയുന്നത്? എന്തറിയോ? വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ആലമുൽ അംറിലെ സാധനമാണ്, അള്ളാഹുവിന്റെ കലിമത്താണ്. അത് നിങ്ങൾക്ക് ആലമുൽ ഖൽഖിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നശിപ്പിക്കാൻ സാധ്യമില്ല, അസാധ്യമാണ്, പറ്റൂല. അതാണ് വ്യത്യാസം. അപ്പൊ ആ ആലമുൽ ഗൈബിലേക്കാണ് പ്രവാചകനെ കൈപിടിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം യാത്ര ആരംഭിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഏഷ്യാന്റെ കുട്ടികൾ സംസാരിണ്ടാവും ഇതെന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ 1ാമത്തെ ആകാശം എത്തുന്നു. ഓരോ ആകാശത്തിലും ഓരോ കവാടങ്ങളുണ്ട്. 500 കൊല്ലത്തെ ഡിസ്റ്റൻസ് ആണ് അത് തമ്മിലുള്ളത്. 500 വർഷങ്ങൾ. മനസ്സിലാക്കേണ്ടത് ഒരു വർഷം നമുക്ക് 365 ദിവസമാണ്. ആ കണക്കല്ല അവിടുത്തെ കണക്ക്. അങ്ങനെ കണക്ക് കൂട്ടാ 365 × 500 കൂട്ടാക്കണ്ട, അതൊന്നും കിട്ടൂല. അപ്പൊ അവിടെ എത്തുമ്പോ മലക്ക് ചോദിക്കാം ആരാണ്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീലാണ്. വമൻ മഅക്, നിന്റെ കൂടെ ആരുണ്ട്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉർസില ഇലൈ, അദ്ദേഹത്തെ വിളിക്കപ്പെട്ടാണോ പോകുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം പറയും അതെ. കവാടങ്ങൾ തുറക്കുന്നു. മർഹബൻ ബിക യാ റസൂലല്ലാഹ്. ഇവിടെ ഈ ഒരു സംഗതി മനസ്സിലാക്കല്, ഇതിനൊരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കല് വളരെ പ്രധാനപ്പെട്ട സംഗതി. അത് എന്താന്ന് പറഞ്ഞാല് 23 വർഷം വഹി ഭൂമിയിലേക്ക് വരാൻ വേണ്ടി ഈ കവാടങ്ങൾ തുറന്നിട്ടുണ്ട്. 23 വർഷം വഹി ഭൂമിയിലേക്ക് പോകാൻ വേണ്ടി ആരടുത്തൊക്കെ പോണത്? റസൂലുള്ളാഹിയുടെ ഹൃദയത്തിലേക്ക് പോകാൻ വേണ്ടി 23 കൊല്ലത്തോളം തുറന്നിട്ടുണ്ട്. അത് തുറന്നിട്ടെന്ന് പറഞ്ഞാൽ ചെറിയ തുറക്കൊന്നല്ല.
കാരണം ജിബ്രീൽ അലൈഹി ഇസ്ലാം വരുന്നത് കൈവീശും കൊണ്ടല്ല വരുന്നത്, വഹി വേറിക്കൊണ്ടാ വരിക. ആ വരുന്ന സമയത്ത് മലക്കുകൾ വന്നുകൊണ്ട് ചോദിക്കും, മാതാ ഖാല റബ്ബുക, റബ്ബ് എന്താ പറയുന്നത്? അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, അൽ ഹഖ്, അൽ ഹഖ്, സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളത്. വളരെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ചരിത്രത്തിൽ പറഞ്ഞ ജിബ്രീൽ അലൈഹി ഇസ്ലാം വളരെ കുറച്ച് സംസാരിക്കുന്നതാണ്, വല്ലാതെ വായടുന്നല്ല, രണ്ടൊന്ന് വാക്കുകൾ മാത്രം. അൽ ഹഖ്, കുൻ ഫയകൂൻ, ഇതൊക്കെയാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആം അവതരിപ്പിക്കുന്ന സമയത്ത് റസൂലുള്ള പറയാണ്, ഞാൻ ആകാശം നോക്കിയപ്പോണ്ട് 70,000 മലക്കുകളാ വരുന്നത്. ഇതൊക്കെ ആ കവാടത്ത് കൊണ്ട് കടന്നു വരണ്ടേ? അപ്പൊ എത്രമാത്രം തുറന്നിട്ടുണ്ടാവും ആ കവാടം. ഈ വഹിയുടെ കനം കാരണം, വലിയ ഗാംഭീര്യം കാരണം മലക്കുകൾ വരെ ബോധം കെട്ടു പോവാറുണ്ട്. ആ ഒരു കവാടത്തിൽ കൂടെയാണ് ഇപ്പോ റസൂലുള്ള അങ്ങോട്ടേക്ക് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആത്മാവും ശരീരമായി കൊണ്ട് ഒരു പ്രവാചകൻ മുകളിലേക്ക് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് മലക്കുകൾക്ക് അറിയാമായിരുന്നു, അവർക്കിത് പുതിയ സംഗതിയല്ല. അവർക്ക് അറിയാമായിരുന്നു 23 വർഷമായിക്കൊണ്ട് ഇതിലൂടെ മഹാസംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി അവർക്കറിയാം, ഖുർആന്റെ അവതരണം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുമ്പോ ജിബ്രീലിന്റെ കൂടെ ഒരുപാട് മലക്കുകളും വരാറുണ്ട്. മറ്റൊരു സംഗതി എന്നാൽ ഈ മലക്കുകളൊന്നും ആരും ചോദിക്കുന്നില്ലോ ആരാണ് മുഹമ്മദ് എന്നുള്ളത്, ചോദിക്കുന്നില്ല. ആ സമയത്ത് ഒരു നല്ലൊരു മനുഷ്യന് മരണപ്പെട്ട് അവന്റെ റൂഹ് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോ കസ്തൂരിയുടെ മണം കൊണ്ട് മലക്കൾ ചോദിക്കും, ആരുടെയാണത്, ആരുടെയാണെന്ന് ചോദിക്കും. അവർക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഫുലാൻ ഫുലാന്ന് പറഞ്ഞുകൊണ്ട് പറയും ഇന്ന അല്ല എന്നുള്ളത്. ഇവിടെ മലക്കളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ആരാണ് മുഹമ്മദ് ചോദിക്കില്ല, അവർക്ക് നേരത്തെ അറിയാം. സാധാരണ മുകളിൽ താഴേക്ക് വന്ന് തിരിച്ചു പോകുന്ന ഒരാളുണ്ടെങ്കിൽ അത് മലക്കൽ മൗത്താണ്, റൂഹമായിട്ട്. പക്ഷെ ഇത് ഇവിടെ ഒരു മനുഷ്യൻ, മജ്ജയും ആത്മാവുള്ളൊരു മനുഷ്യൻ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് മാറുന്നുകൊണ്ട് അവർ സ്വാഗതം ചെയ്യുന്നു. മർഹബൻ ബി നബിയ സ്വാലിഹ് എന്ന് പറഞ്ഞുകൊണ്ട് വെൽക്കം ചെയ്യണം. ഓരോ ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആകാശം ഇങ്ങനെ റസൂലുള്ളാഹിക്ക് വേണ്ടി ഇങ്ങനെ തുറക്കപ്പെടുന്നു വിശാലമായി. കാരണം ഒരു ആകാശം കഴിഞ്ഞാൽ അടുത്ത ആകാശം ഇതിനേക്കാ വിശാലം. ഓരോ ആകാശം കഴിയുന്തോറും അത് വിശാലമായി വിശാലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ഭൂമിയില് പ്രവാചകനെ ആരും സ്വീകരിക്കാതെ പ്രവാചകന് മുമ്പിൽ എല്ലാ വാതിലും കൊട്ടി അടക്കപ്പെട്ടപ്പോ വാനലോകത്തുള്ള വാതിലുകൾ പ്രവാചകനക്ക് വേണ്ടി തുറന്ന് മലക്ക് തുറന്നു കിടക്കുക. പ്രവാചകനെ താങ്കളെ ഭൂമിയിലുള്ളവരെ ആദരിച്ചില്ല എങ്കിലും വാനലോകത്തുള്ള സ്വീകരണമാണ് ആ പറയുന്നത്. പ്രവാചകന്റെ സ്റ്റാറ്റസ് ആണത്. അതുകൊണ്ട് പ്രവാചകരെ പ്രയാസപ്പെടണ്ട. ഈ ഒരു സന്ദേശമാണ്, താങ്കൾ വേണ്ടപ്പെട്ടവൻ തന്നെയാണ്, വേണ്ടത്രയാണെന്നല്ല. ഭൂമിയിലെ ആളുകൾ എന്തു വിചാരിച്ചോട്ടെ, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു സംബന്ധിച്ചിടത്തോളം താങ്കൾ വേണ്ടപ്പെട്ടതാണ്, താങ്കൾക്ക് സ്വാഗതം. ഈ യാത്രയിൽ ഒരുപാട് പ്രവാചകന്മാരെ കണ്ടുമുട്ടും. എല്ലാ പ്രവാചകന്മാർക്കും അറിയാമായിരുന്നു എന്ത്, ഇങ്ങനെ ഒരു അന്തിമ പ്രവാചകൻ വരുന്ന കാര്യത്തെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. ആദം അലൈഹി ഇസ്ലാമിന് ഒരു പുതിയ അറിവെന്നല്ലത്. കാരണം ഒന്നാമത്തെ ആകാശത്ത് കാണാനാണ് ആദം അലൈഹി ഇസ്ലാമിനാണ്. ആദം അലൈഹി ഇസ്ലാമത്തെ പുതിയ സംഗതിയല്ല മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് അല്ല. ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കപ്പെട്ട ശേഷം എല്ലാ റൂഹിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മേളിച്ച് നിർത്തുകയും അവർക്ക് സംസാരശേഷി കൊടുക്കുന്ന ഒരു അവസരമുണ്ട്. അങ്ങനെ ആദം അലൈഹി ഇസ്ലാം കാണാൻ തന്റെ മക്കളെ മുഴുവനായിട്ട് അള്ളാഹു കാണിച്ചു കൊടുക്കും. ആ കാണിച്ചു കൊടുത്ത മക്കളില് ആത്മാക്കളില് ചില ആത്മാക്കൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ആത്മാക്കളൊക്കെ ഉണ്ട്. ആ ചോദിക്കുന്നുണ്ട് അതാരെന്നാണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് ആദം അലൈഹി ഇസ്ലാം നേരത്തെ അറിയാം, എല്ലാ പ്രവാചകന്മാർക്കും അറിയാം. കൂടാതെ ഖുദ്സിൽ നിന്ന് എല്ലാവരും നിസ്കരിച്ചിട്ട് പോന്നിട്ടുള്ളൂ. അതിനു മുമ്പ് അവർക്കറിയാം. പ്രവാചകന്റെ സ്ഥാനത്തെ കുറിച്ചുള്ള ആലോചിക്കുന്നത്, കല്ലെറിഞ്ഞ് തായിഫിൽ നിന്നും
ഒരു ഭ്രാന്തനെ പോലെ ആട്ടി ഓടിക്കപ്പെട്ട ഒരു മനുഷ്യനെ, ഒരു പ്രവാചകനെ വാലോകത്തേക്ക് കൊണ്ടുപോകുമ്പോ കിട്ടുന്ന സ്വീകാര്യതയും കിട്ടുന്ന എന്താ പറയാ എല്ലാ തരത്തിലുള്ള ആദരവും നിങ്ങൾ ആലോചിച്ചു. നിങ്ങൾ കമ്പയർ തുടങ്ങിയുന്നുണ്ടോ? ഇതാണ് ഈ യാത്രയുടെ പ്രസക്തി. പ്രവാചകൻ കണ്ട് എത്രത്തോളം ഉയർത്താൻ പറ്റും, എല്ലാത്തിലും ഇമോഷണലി ആയിട്ടും എല്ലാത്തിലും. അപ്പൊ ആ പ്രവാചകന്റെ അവസ്ഥകൾ ആലോചിക്കുന്നത് ഒരു മനുഷ്യൻ നൽകി. അതാണ് സംഭവിക്കുന്നത്. ഇനി ഓരോ പ്രവാചകൻ ഒരുപാട് പ്രവാചകന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്. അതെല്ലാം പറയാൻ സമയം ഉണ്ടാവും എനിക്കറിയാം. കാരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേവലം ഒരു ചരിത്ര സംബന്ധമായിട്ട് സംഗതിയല്ല. അതിന്റെ റിഫ്ലക്ഷൻസ് എന്താണ്, അതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്, ആ സംഗതികളാണ്. അപ്പോ ഓരോ പ്രവാചകന്മാരെ കണ്ടുമുട്ടുമ്പോഴും ഇതിന്റെ ഹിക്മത്തിനെ കുറിച്ചിട്ട് ധാരാളം കൃതികൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഈ വിഷയത്തെ കുറിച്ചിട്ട്. പല പണ്ഡിതന്മാരും പല വീക്ഷണങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ആകാശത്ത് വെച്ച് കണ്ടുമുട്ടുന്ന പ്രവാചകന്മാരൊക്കെ അവരെല്ലാവരും ഉൽ അസ്മിൽപ്പെട്ടവരൊന്നല്ല. കാരണം നൂഹ് അലൈഹി ഇസ്ലാമിൽ പെട്ടതാണ്, പക്ഷെ ആകാശത്ത് കണ്ടുമുട്ടിട്ടില്ല. എന്നാൽ റാങ്കില് അത്ര വലിയ മഹത്വമില്ലാത്ത പ്രവാചകന്മാരെ കണ്ടുമുട്ടുണ്ട്, ഇല്ലേ? ഇദ്രീസ് അലൈഹി ഇസ്ലാം. അതേപോലെ തന്നെ പ്രവാചകന്മാര് ഭൂമിയിലേക്ക് വന്ന ഓർഡർ പ്രകാരമല്ല ഉള്ളത്. കാരണം ഏറ്റവും മുകളിലാരുള്ളത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമാണ്, ഏറ്റവും താഴെയുള്ളത് ആദം അലൈഹി ഇസ്ലാമാണ്, രണ്ടാമത്തെ ആകാശത്താണ് ഈസാ അലൈഹി ഇസ്ലാം കണ്ടുമുട്ടുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോ എന്താണ് എല്ലാ പ്രവാചകന്മാരും ഇവിടെ ഇല്ലേണ്. അപ്പൊ ഈ 7 പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കാനുണ്ടായ ക്രൈറ്റീരിയ എന്താണ്? അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്റെ പുറകിൽ നിന്ന് നമസ്കരിച്ച എല്ലാ പ്രവാചകന്മാരും ഉണ്ടായിരിക്കെ ഇതിൽ നിന്ന് വളരെ സെലക്ട് ചെയ്തുകൊണ്ട് കുറച്ച് ആളുകൾക്ക് മാത്രം റസൂലുള്ളാഹിയായിട്ട് നേർക്ക് നേരെ സംഭാഷണം നടത്താനുള്ള ഒരു അവസരം ആ വാൻലോകത്ത് വെച്ച് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ യുക്തി എന്താണ്? ഇതുകൊണ്ട് മനസ്സിലാക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. മറ്റേതൊക്കെ ഒരു ചരിത്രമാണ്. ആരിനാണ് കണ്ടുമുട്ടിപ്പോയി ചോദിച്ചു നോക്കുള്ളത്. ഓക്കെ, നമസ്കാരം നമുക്ക് നൽകപ്പെട്ടും ഈ യാത്രയിലാണ്, അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്റെ ഫോക്കസ് അവിടെയല്ല. അപ്പോ മൊത്തത്തില് 315 പ്രവാചക റസൂലുണ്ട്. അതെന്താ നമുക്കറിയില്ലേ? അതിൽ 1,24,000 പ്രവാചകന്മാരുണ്ടായിട്ടും അതിൽ അമ്പിയാക്കളും എല്ലാവരും ഉണ്ട്. അതിൽ നിന്ന് 315 റസൂലുകളാണ്. അതിൽ ആദ്യത്തെ റസൂൽ ആരാണ്? നൂഹ് അലൈഹി ഇസ്ലാമാണ്. കാരണം ഷിർക്ക് ആരംഭിച്ചത് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്താണ്. ആ ഷിർക്ക് ഇല്ലാതാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു ഭരണഘടന എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്നത് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കൂടെയാണ്. പക്ഷെ ആ നൂഹ് അലൈഹി ഇസ്ലാം വെച്ച് പറഞ്ഞില്ല, ഈ യാത്രയില്ല. അപ്പോ ഈ ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാരെ മാത്രമാണ് ഖുർആൻ എടുത്ത് പറയുന്നുള്ളൂ, അല്ലെ? അപ്പോ ഈ ഒരു വിഷയത്തെ, ഈ തർത്തീബിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ പ്രവാചകന്മാരുടെ വിഷയത്തില് മുഫസ്സിറുകള് അഭിപ്രായപ്പെട്ട ഒരു 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദ നേച്ചർ ഓഫ് ദ റിജക്ഷൻ, അല്ലെങ്കിൽ അവരുടെ സമൂഹം അവരെ തള്ളപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, സ്വീകരിക്കാതെ തള്ളപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ. എങ്ങനെയാണ് പ്രവാചകന്മാർ തള്ളപ്പെട്ടതും അവരെ സ്വീകരിക്കാത്ത കൗമിനെ കുറിച്ചിട്ടും ആ ആൾജനതയെ കുറിച്ചിട്ടും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗ്രീഫ്, അവർ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ. മൂന്നാമത്തെ പറഞ്ഞാൽ മൈഗ്രേഷൻ, അവരുടെ ഹിജറകൾ. ഈ 3 ഇതിലേക്കാണ് ഈ കണ്ട പ്രവാചകന്മാരൊക്കെ സമ്മറൈസ് ചെയ്തുകൊണ്ട് അവർ തമ്മിലും, അതായത് പ്രവാചകൻ തമ്മിലും ഈ കണ്ടുമുട്ടിയിട്ടുള്ള പ്രവാചകന്മാർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഒന്നാമത്തെ ആകാശത്ത് വെച്ച് കാണാൻ ആരെയാണ്? ആദം അലൈഹി ഇസ്ലാമാണ്. ആദം അലൈഹി ഇസ്ലാം ഇടത് ഭാഗത്തു കൂടെ കുറെ ആളുകൾ ഇങ്ങനെ പോകും, അത് കണ്ടുകൊണ്ട് കരയും, വിഷമിച്ചുകൊണ്ട് കരയും. വലത് ഭാഗത്തു കൂടെ കുറച്ച് ആളുകളുടെ ആത്മാവ് പോകും, അതുകൊണ്ട് സന്തോഷിക്കും. ആദം അലൈഹി ഇസ്ലാം കണ്ടുമുട്ടിയ ആ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ റസൂലിനെ കാണുമ്പോ ആദം അലൈഹി ഇസ്ലാം പറയും, മർഹബൻ ബിക യാ ഇബ്നു സ്വാലിഹ് വൻ നബി സ്വാലിഹ്. ഇബ്നു സ്വാലിഹ് എന്നാ പറയാ, മകനാണല്ലോ. ഖുർആൻ 2 പിതാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ആദം അലൈഹി ഇസ്ലാം, രണ്ടാമത്തെ ആരാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഈ 2 പ്രവാചകന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇബ്നു സ്വാലിഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വെൽക്കം ചെയ്യാൻ. ബാക്കിയുള്ളവരൊക്കെ നബി സ്വാലിഹ് എന്ന് പറയാം.
മകനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുക. അങ്ങനെ ആദ്യത്തേല് ആദം അലൈഹി ഇസ്ലാമിനെ കാണുന്നു. ഇതിന്റെ കണക്ഷൻ എന്താണ്? ആദം അലൈഹി ഇസ്ലാമിന്റെ ദൗത്യവും റസൂലുള്ളാഹിയുടെ ദൗത്യവും എന്ന് പറഞ്ഞാൽ ഒരേ ദൗത്യം. എന്തായിരുന്നു? റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞത്? റസൂലുള്ളാഹിനെ അയക്കപ്പെട്ടുള്ളത് ഒരു വെളിച്ചത്തിലേക്ക് ഈയാമ്പാറ്റകൾ ഓടി വരുമല്ലോ, അത് കണ്ടിട്ട്. പക്ഷെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലോ കരിഞ്ഞു പോകും. അവരെ തടയുന്ന ഒരാളായിട്ടാണ്. അങ്ങനെ നരകത്തിലേക്ക് പോയി പോകുന്ന ഓരോ മനുഷ്യനെയും തടയുന്ന ഒരു വ്യക്തിയായിട്ടാണ് റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തുന്നത്. ഇതേ പണി തന്നെയായിരുന്നു ആദം അലൈഹി ഇസ്ലാമും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആദം അലൈഹി ഇസ്ലാം കരഞ്ഞത്. കാരണം എന്താ? ഇടതു ഭാഗത്തുകൂടെ പോകുന്ന ആത്മാക്കൾ നരകത്തിലേക്കുള്ളതും വലതു ഭാഗത്തുകൂടെ പോകുന്ന ആത്മാക്കൾ ആരാണ്? സ്വർഗത്തിലേക്കുള്ളത്. അപ്പൊ ആദം അലൈഹി ഇസ്ലാമിന്റെ സന്തതികളെയാണ് ഈ കാണുന്നത്. അപ്പൊ ആ നരകത്തിൽ പോകുന്ന ആളെ കുറിച്ചുള്ള വിഷമമാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തില് പ്രവാചകനും ആദം അലൈഹി ഇസ്ലാമിനുള്ള കണക്ഷൻ കാണുന്നത്. ഹിജ്റ, ഏറ്റവും വലിയ ഹിജ്റ നടത്തിയ ആളാരാണ്? ആദം അലൈഹി ഇസ്ലാമാണ്. സ്വർഗ്ഗലോകത്ത് നിന്ന് നേരെ ഭൂമിയിലേക്ക്. ഇതിനേക്കാൾ വലിയ ഹിജ്റ വേറെ ഉണ്ടായിട്ടില്ല. ആലോചിക്കും നിങ്ങൾ. അപ്പൊ ആ അർത്ഥത്തിലും പ്രവാചകനായിട്ടുള്ള കണക്ഷൻ. ഇവിടെ ആകാശത്തേക്ക് പോയി തിരിച്ചു വരുന്ന ഒരു ഹിജ്റയാണല്ലോ റസൂലുള്ളാഹിയുടെ. തായിഫിലേക്ക് പോയതുള്ള ഹിജ്റയാണല്ലോ. അത് കഴിഞ്ഞ് മദീനത്തേക്ക് പോയതുള്ള ഹിജ്റയാണ്. 3 ഹിജ്റകളാ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ. രണ്ടാമത് റിജക്ഷൻ. വല്ലാത്ത സംഗതിയാണ് ആദം അലൈഹി ഇസ്ലാമിന്റെ അവസ്ഥ. ആദം അലൈഹി ഇസ്ലാം റിജക്ഷൻ ആരാ? അവലായിട്ട് ആദം അലൈഹി തള്ളി പറഞ്ഞ ആരാ? ഇബ്ലീസ്. നേർക്ക് നേരെ. മറ്റുള്ള പ്രവാചകന്മാർ ഇബ്ലീസ് നേർക്ക് നേരെ വന്നെങ്കിൽ വേറെ കുറെ പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇബ്ലീസ് നേർക്ക് നേരെയാണ്. നേർക്ക് നേരെയാണ് ഇബ്ലീസുമായിട്ട് ഏറ്റുമുട്ടുന്നത് എന്നുള്ളതായിരിക്ക് ആദം അലൈഹി ഇസ്ലാം. അതേപോലെ തന്നെ പ്രവാചകങ്ങളെ നിങ്ങൾ എതിർപ്പുകളുടെ വിഷയത്തിൽ സാമ്യമുണ്ടല്ലോ അവിടെ. ഇതാണ് ഈ പണ്ഡിതന്മാർ വെക്കുന്ന ഒരു കണക്ഷൻ ഈ വിഷയത്തിൽ. അത് കഴിഞ്ഞ് അടുത്ത അതുപോലെ തന്നെ മറ്റേ ആദം അലൈഹി ഇസ്ലാം സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സമയം കഴിഞ്ഞാൽ പറഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് എവിടെ എത്തിച്ച അളവ് നോക്കാം. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ നമുക്ക് പറയാം. അത് അല്ലെങ്കിൽ ഒരു കോലം കിട്ടില്ല. ആദം അലൈഹി ഇസ്ലാം റിജക്ഷൻ എന്ന് പറയാൻ എന്താ? സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. പ്രവാചകനോ മക്കയിൽ നിന്നും പുറന്തള്ളപ്പെട്ടു. നാശനർത്ഥം. രണ്ടാമത്തെ ആകാശത്ത് വെച്ചുകൊണ്ട് പ്രവാചകൻ കാണുന്ന ആരാണ്? ഈസാ അലൈഹി ഇസ്ലാമിന് യഹ്യ അലൈഹി ഇസ്ലാമിന്. ഒന്നാമത്തെ ആകാശത്ത് യഹ്യ അലൈഹി ഇസ്ലാമാണ് ഷാമിൽ വെച്ചുകൊണ്ട് കഴുത്ത് അറക്കപ്പെട്ടത്. ഓക്കെ. ആ ഈസാ അലൈഹി ഇസ്ലാമിനാണെങ്കിലോ രണ്ടാമത്തെ ആകാശത്ത് കൊടുന്ന് അവിടെ ഒരു പദവി അല്ലാഹു കൊടുത്തു. അതിന്റെ മുകളിൽ പോയിട്ടില്ല. കാരണം എന്താ? ഭൂമിയിലേക്ക് ഒരാളാണ്. ഓക്കെ. ഈസാ അലൈഹി ഇസ്ലാമിന്റെ റിജക്ഷൻ ആരായിരുന്നു? സ്വന്തം കൗമായിരുന്നു, സ്വന്തം ജനതയായിരുന്നു തള്ളി പറഞ്ഞത് ഈസാ അലൈഹി ഇസ്ലാം. അതായത് ബനി ഇസ്രായേൽ. അത് മാത്രമല്ല, ഇതേ ബനി ഇസ്രായേലാണ് പ്രവാചകൻ മദീനയിലേക്ക് എത്തിയപ്പോ തള്ളി പറഞ്ഞു വിട്ടു. ഇതേ ബനി ഇസ്രായേലാണ്. ഈസാ അലൈഹി ഇസ്ലാം ഇവരുടെ പ്രയാസം കാരണം ഭൂമി നല്ല ഹിജാബ് പോയി എന്നുള്ളതാണ്, പുറത്തള്ളപ്പെടുന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയി എന്നുള്ളതാണ്. മൂന്നാമത്തെ ആകാശത്ത് കാണാൻ യൂസുഫ് അലൈഹി ഇസ്ലാമിനാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് സംഗതികളുണ്ട്. നമുക്ക് സമയത്ത് ഞാൻ പറഞ്ഞില്ല. അതിന്റെ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ഭൂമിയിലുള്ള 50% സൗന്ദര്യമാണ് യൂസുഫ് അലൈഹി ഇസ്ലാം കൊടുത്തുള്ളത്. പ്രവാചക സൗന്ദര്യമായിട്ട് ഒരുപാട് സംഗതികൾ ആ വിഷയത്തിലുണ്ട്. ഒന്നും നമ്മൾ പോകുന്നില്ല. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കാണുന്നു. യൂസുഫ് അലൈഹി ഇസ്ലാമിന് നേരിടേണ്ടി വന്ന ശത്രുത ആരുമില്ല, സ്വന്തം കുടുംബത്തിൽ നിന്ന്. പ്രവാചകനക്ക് വന്നിട്ടില്ല സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇല്ലേ? ഒരാള് അബൂലഹബാലായിരുന്നു, സ്വന്തം എളാപ്പില്ലേ? അപ്പൊ ആ അർത്ഥത്തിലും എന്തുണ്ട്? ഒരു സാമ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇദ്രീസ് അലൈഹി ഇസ്ലാം. ഇദ്രീസ് അലൈഹി ഇസ്ലാം 4ാമത്തെ ലോകത്തുള്ളത്, ആകാശത്ത്. എങ്ങനെ ഇദ്രീസ് അലൈഹി ഇസ്ലാം അവിടെ എത്തിപ്പെട്ടത്? ഇദ്രീസ് അലൈഹി ഇസ്ലാം ഭൂമിയിൽ പ്രബോധനമായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോ ഒരു പുതിയൊരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. ആ പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടി ഇനി ഭൂമിയിലേക്ക് എത്ര സമയം ബാക്കിയുണ്ട് എന്ന് അന്വേഷിക്കുകയാണ് ജിബ്രീലിനോട്.
അങ്ങനെ ജിബീലിനെയും കൂട്ടി നേരെ ചെല്ലാണ് മലക്കുൽ മൗത്തിന്റെ അടുത്തേക്ക്. എന്തിന്? ഇനി ഭൂമിയിൽ എത്ര സമയം അറിയാൻ വേണ്ടി. അപ്പൊ ഇവര് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്നു. മലക്കുൽ മൗത്താവട്ടെ അവിടുന്ന് ഇങ്ങോട്ടും വരുന്നു. 4-ാം ആകാശത്തെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ജിബീൽ അലൈഹി സ്വലാം ചോദിക്കും, അല്ല എപ്പോഴാണ് ഇദ്രീസ് അലൈഹി സ്വലാം സമയം? ഇപ്പൊ തന്നെ വരും. ജിബീൽ അലൈഹി സ്വലാം പറയുന്നുണ്ട്, മലക്കുൽ മൗത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാമത്തെ ആകാശത്ത് വെച്ചുകൊണ്ട് ഇദ്രീസ് അലൈഹി സ്വലാമിന്റെ റൂഹിനെ പിടികൂടുന്നു പറഞ്ഞപ്പോ മലക്കുൽ മൗത്തിന് പിടുത്തം കിട്ടും. 4-ാമത്തെ ആകാശം ഇപ്പൊ ഇത് മനസ്സിലായെന്ന് പറഞ്ഞുകൊണ്ട് മലക്കുൽ മൗത്ത് ജിന്നോട് പറഞ്ഞ. അതുകൊണ്ടാണ് ആ വാൻലോകത്ത് വെച്ച് മരണപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ എന്നുള്ളത് ഇദ്രീസ് അലൈഹി സ്വലാം. ഞാൻ വേഗം അവസാനിപ്പിക്കാം. പിന്നെ അടുത്ത് കണ്ടുപിട്ട ആരാണ്? ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ. ഹാറൂൻ അലൈഹി ഇസ്ലാം കുറിച്ചിട്ട് അധികമൊന്നും ഖുർആൻ ആ വിഷയത്തിലില്ല, പരാമർശങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഖുർആൻ പറയാത്ത ആയത്തെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. പിന്നുള്ളത് മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടാണ്. മൂസ അലൈഹി ഇസ്ലാമിനോട് ഏറ്റവും അടുത്ത് നിൽക്കേണ്ട പ്രവാചകൻ. ഓക്കെ, ഇനി ഈ അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒട്ടുമിക്ക എല്ലാ പ്രവാചകന്മാരുടെയും കഥകള് അവതരിക്കപ്പെടുന്ന എവിടെ വെച്ചിട്ടാണ്? മക്കി വെച്ചിട്ടാണ്, മക്കി സൂറകളാണ്. പക്ഷെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പറയുന്നത് എന്തിനായിരുന്നു ഈ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ മക്ക കാലഘട്ടത്തിൽ അവതരിപ്പിക്കാനുള്ള കാരണം? പ്രവാചകൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, അതിനെ കോറിലേറ്റ് ചെയ്തുകൊണ്ട് നിന്റെ മുമ്പ് വന്നിട്ടുള്ള പ്രവാചകന്മാർക്കും അനുഭവിച്ച കാര്യങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അത് അവതരിപ്പിക്കുമ്പോൾ അത് വാസ്തവത്തിൽ പ്രവാചകർക്ക് ഒരു കംഫർട്ടായിരുന്നു. പ്രവാചകത്വമായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇന്ന മുമ്പ് വന്നിട്ട് എല്ലാ പ്രവാചകൻ അനുഭവിച്ചിട്ടുണ്ട്, അതിന്റെ ബാക്കി പത്രം മാത്രമാണ് ഞാൻ അറിയുന്നത്. പക്ഷെ മൂസ അലൈഹി ഇസ്ലാം ചരിത്രം തന്നെയോട് അറിയുന്നത് കൂടുതലും അതിന് സ്വഭാവം. എന്താണ് ആ കണക്ഷൻ നിങ്ങൾ പറഞ്ഞു? അതായത് ഹിജ്റയ്ക്ക് ശേഷമാണ് മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ചരിത്രം വരുന്നത്. മൂസ അലൈഹി ഇസ്ലാം കരയുന്ന അവസ്ഥയിലാണ് കാണുന്നത്. ആദം അലൈഹി ഇസ്ലാമും കരയുന്നുണ്ട് ഉണ്ടായിരുന്നു, മൂസ അലൈഹി ഇസ്ലാമും കരയുന്നുണ്ട്. പക്ഷെ മൂസ അലൈഹി ഇസ്ലാമിന്റെ കരച്ചിൽ എന്ന് പറഞ്ഞാല് സന്തോഷം കൊണ്ട് ചെറിയൊരു നന്മയുള്ള അസൂയ കൊണ്ടുള്ള കരച്ചിലാണ്. നന്മയുള്ള അസൂയ. അതെന്താ? സ്വർഗത്തില് എന്റെ ഉമ്മത്തിനെ കാട്ടി മുമ്പേ കടക്കാൻ പോകുന്ന ഉമ്മത്ത് മുഹമ്മദാണ്. മൂസ അലൈഹി ഇസ്ലാമ് ആ കണ്ടുമുട്ടാൻ പറ്റി ആ സന്തോഷം കൊണ്ട് കരയാണ്. ആ വരുന്ന ഒരു ചെറുപ്പക്കാരൻ, എന്റെ ശേഷം വന്ന പ്രവാചകൻ, എന്റെ അനുയായികളെക്കാൾ കൂടുതൽ അനുയായികളുമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവാചകൻ എന്ന രൂപത്തിലാണ്. ഞാനീ പറഞ്ഞ റിജക്ഷൻ നോക്കി നിങ്ങൾ സ്വന്തം കൗമും വേണ്ട എന്ന് പറഞ്ഞു. എല്ലാ അർത്ഥവും ഹിജറ കാര്യവും എത്ര ഹിജറാട്ടിന്റെ മൂസ അലൈഹി ഇസ്ലാം. ഈജിപ്തിൽ നിന്ന് സിനായിലേക്ക്, തിരിച്ചിങ്ങോട്ട് ഈജിപ്തിലേക്ക്, പിന്നെ വീണ്ടും ഇവരൊക്കെ കൂട്ടാൻ കണ്ടുപോയി അല്ലെ. ആ വിഷയത്തിന് ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള പ്രവാചകനാണ് മൂസ അലൈഹി ഇസ്ലാം. ഇനി പിന്നെ കാണുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം. നമുക്ക് അവസാനിക്കും, അവസാനത്തെ ആകാശം പിന്നെ കാണുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനാണ്. കാണുമ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ എങ്ങനെ ഇരിക്കുന്നത്? ചാരി, അതായത് ബൈത്തുൽ മഅ്മൂർ പിൻവശത്ത് ഇങ്ങനെ ചാരിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കണ്ടുപിടിക്കുന്നത്. എന്താണ് ഈ ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ? ഭൂമിയിലെ കാബാലയത്തിന് തുല്യമായിട്ടുള്ള അവസ്ഥയാണ് മാനലോകത്ത്. അത് കാബാലയുടെ നേരെ മുകളിലാന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ അർശിന്റെ അവിടെ ഒരു സമയത്ത് 70,000 മലക്കുകളാണ് തവാഫ് ചെയ്യുക. ആ തവാഫ് ചെയ്ത് കഴിഞ്ഞ് ആ 70,000 മലക്കുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ പുതിയ ഒരു സെറ്റാണ് വരിക. ഒരിക്കൽ തവാഫ് ചെയ്ത 70,000 മലക്കുകൾ പിന്നെ ഒരിക്കലും തവാഫ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു പ്രക്രിയ ലോകം ആരംഭിച്ച കാലം മുതലൊക്കെ ഉള്ളതാണ്. അവസാന ആളുകളുണ്ടാവും. അപ്പൊ എത്രത്തോളം മലക്കുകൾ നമുക്ക് പോയിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവിടെ ചാരിയിരിക്കുക. ഭൂമിയിലെ കാബാലയം പണിയത് ആരാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇപ്പൊ ആകാശത്തുള്ള കാബാല അവിടെ ഇരിക്കുക. ആരാ വന്നുള്ളത്? അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടുള്ള മകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ പോലെ എന്താണ്
ഇബ്നു സ്വാലിഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ കഥയിലുള്ള സംഗതി, ഒരു മനോഹരമായ സംഗതികൾ പറയുന്നുണ്ട്. മകനെ എന്ന് വിളിച്ചപ്പോ റസൂലുള്ളാഹിക്ക് ഒരു സംശയം തോന്നിപ്പോയി, ഇതിന് സ്വന്തമാക്കിയത്. അപ്പൊ ജിബ്രീൽ പറഞ്ഞ വിശ്വാസത്തിലില്ല ഇബ്രാഹിം. അങ്ങനെ റസൂല് പറയുകയാണെങ്കിൽ ഏകദേശം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അതേ സാമ്യമാണ് പ്രവാചകന്മാർ. നേരത്തെ പറഞ്ഞ സൗന്ദര്യത്തിന്റെ വിഷയത്തിലുള്ളൂ. മറ്റേ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യമായിരുന്നു പ്രവാചകർക്ക്. എത്തോളം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും പ്രവാചകന്റെ മുഖത്ത് നോക്കി നിൽക്കാൻ പറ്റില്ല. പേടിച്ചുകൊണ്ടല്ല, അത്ര തീക്ഷ്ണമായിട്ടുള്ള പ്രഭാതമായി പ്രവാചകൻ. തേജസ്സുണ്ട്, കണ്ണു താത്തി പോകും. ഇതൊക്കെ വർണ്ണങ്ങൾ പറയാൻ പറ്റില്ല, കുറേയൊക്കെ സ്കിപ്പ് ചെയ്തുള്ള. അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കാണുന്നു. ആദം അലൈഹി ഇസ്ലാം അഭിവാദം ചെയ്ത അതേ രൂപത്തിന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെയ്യുന്നു. പിന്നെ ഏറ്റവും ഉയർന്ന ഭാഗത്തെത്തി ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയാണ്, പ്രവാചകരെ ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് അനുവാദമില്ല, നിങ്ങൾ ഒറ്റക്ക് പോകണം. അവിടെ വെച്ചുകൊണ്ട് കണ്ടിട്ടോ, അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മരയുടെ ബാക്കിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. എന്ത് സംസാരിക്കുന്നു? ആയത്തോന്ന് ഞാൻ പറയാം. 2 സംഗതിയാണ് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത പ്രവാചകൻ. ഒന്ന് 5 വക്ത് 50 വക്ത് നമസ്കാരം. അത് പല തവണയായിട്ട് ഇറങ്ങി വരുമ്പോൾ മൂസാ അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം പോയിട്ട് അവസാനം 5 പഠിച്ചിട്ടുണ്ട്. താഴത്തെ ഒരു 3 മൂസാ അലൈഹി ഇസ്ലാം പറയും, എൻ്റെ ഉമ്മത്ത് കൊണ്ട് കൂട്ടിയെ പറ്റിയിട്ടാണ്. അപ്പോൾ പറയുന്നത് എനിക്കിന്നെ ഒരു നാളാണ് അതാണ് പോയി പറയാം, 5 നേരം പോലും സ്കീക്കാൻ പറ്റുന്നു. അങ്ങനെ അത് ഏറ്റവും വാങ്ങി വരുന്ന. എന്നാലോ 50 വക്തിന് കൂടിയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, ഒരു മുഅ്മിന്റെ മിഅ്റാജാണ് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ കൊടുത്ത സംഗതി നമസ്കാരം. അതിനോടുള്ള ബാധ്യത ബാക്കിയുണ്ട്. പിന്നുള്ളത് പറഞ്ഞാൽ സൂറത്തുൽ ബഖറയിലെ അവസാന 2 ആയത്തുകൾ. ബാക്കി ഖുർആനിലെ എല്ലാ ആയത്തുകളും ജിബ്രീൽ അലൈഹി ഇസ്ലാം മുഖേനയാണ് പ്രവാചകർക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ 2 ആയത്തില് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് യാതൊരു പങ്കുമില്ല. അതിൽ പറഞ്ഞ കാര്യമാണ് അതിലേക്കും വലിയ മനോഹരം. ഫുൾ ഞാൻ പറഞ്ഞ ഒറ്റ ഫസ്റ്റ് ഭാഗം മാത്രം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ വിളിച്ച് അടുത്ത് നിർത്തിക്കൊണ്ട് പറയാണ്, ആമന റസൂൽ. ഇതാണ് കാതൽ. പ്രവാചകൻ വിശ്വസിച്ചിരിക്കുന്നു. മുഹമ്മദ് വിളിക്കാം, നേർക്ക് നേരെ പറഞ്ഞത് താങ്കൾ വിശ്വസിച്ചു എന്ന് പറയാം. പക്ഷെ അവിടെ തന്നെ സ്നേഹത്തോടുള്ള വിളിയാണ് ആമന റസൂൽ. ഇതിനേക്കാൾ വലിയൊരു തെളിവില്ല പ്രവാചകന്റെ വിശ്വാസത്തെ കുറിച്ചിട്ട്. അതുകൊണ്ട് പ്രവാചകരെ എവിടെ വെച്ചുകൊണ്ടാണ് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പറയുന്നത്? ഏറ്റവും ഉയർന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട്. അള്ളാഹു നേർക്ക് നേരെ പ്രവാചകന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. പ്രവാചകരെ താങ്കളുടെ വിശ്വാസം ഉറച്ച വിശ്വാസമാണ്, ഒരു ചാഞ്ചാട്ടം വേണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ല. ഭൂമിയിലുള്ള സർവ്വ ആളുകളും താങ്കൾക്ക് എതിർന്നാലും ആകാശം അള്ളാഹു താങ്കളെ ആദരിച്ചിരിക്കുന്നു. അതുകൊണ്ട് സാക്ഷ്യപത്രം പിടിച്ചോ, ആമന റസൂൽ. അതോടൊപ്പം തന്നെ അതിന്റെ പൂർത്തികളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെയും എന്റെയും വിശ്വാസത്തെ കൂടി കൂട്ടിയുറപ്പിക്കുന്നുണ്ട്. വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി. റസൂലുള്ളാഹിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അതേ സന്ദർഭത്തിൽ വെച്ചുകൊണ്ട്, അതേ അവസ്ഥയിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും എനിക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. സത്യവിശ്വാസികൾ വിശ്വസിച്ചിരിക്കുന്നു പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ ഇബാദത്തുകളും ഭൂമിയിലേക്ക് വന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാം വഴിയാണ്. പക്ഷേ നമസ്കാരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ പ്രവാചകർക്ക് കൊടുക്കാൻ അറിയാം. അതുകൊണ്ട് വിശ്വാസികളെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ മുറുകെ പിടിക്കുക. അള്ളാഹു നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ സ്വീകരിക്കുമാറാവട്ടെ. അന്നു വന്നുപോയിട്ട് ചെറുതും വലുതുമായ പാപങ്ങളെ മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു മുസ്ലിമാത്ത് والمؤمنين والمؤمنات الأحياء منهم والأموات إنك قريب مجيب دعوات رب العالمين. والسلام عليكم ورحمة الله.